നമസ്കാരം. ഫസ്റ്റ് എൽഡർ പറഞ്ഞ ആ വാക്കുകൾ കേട്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ വൻ പ്രാമുഖ്യത്തോടുകൂടി സകലരും പ്രൊട്ടക്ട് ചെയ്യും, ലേശം അഹങ്കാരത്തോടെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ലിയാൻഡർ. 17 വയസ്സ് മാത്രമാണ് അവന് പ്രായമുണ്ടായിരുന്നത്. അവൻ കൊല്ലപ്പെട്ടു എന്നാണ് ഇത് ഫസ്റ്റ് എൽഡർ പറയുന്നത്. ഫസ്റ്റ് എൽഡർ അങ്ങ് എന്തായി പറയുന്നത്? ലിയാൻഡർ കൊല്ലപ്പെട്ടെന്നോ? അതെ, ലിയാൻഡർ കൊല്ലപ്പെട്ടു. ഫസ്റ്റ് എൽഡർ ആരാ ലിയാൻഡറെ കൊന്നത്? അത് അവനാണ്, ആ മാർക്ക് ഫെല്ലർ ആണ് ലിയാൻഡറെ കൊന്നതെന്ന് കേട്ടതും ആളുകൾക്ക് വല്ലാത്തൊരു അമ്പരപ്പ്. ഫസ്റ്റ് എൽഡർ, ലിയാൻഡറെ മാർക്ക് എങ്ങനെ കൊല്ലും? ആ ചോദ്യത്തിന് അല്പം സമയമെടുത്താണ് ഫസ്റ്റ് എൽഡർ മറുപടി പറഞ്ഞത്. നിങ്ങളിൽ പലരും അറിയാത്ത ഒരു കാര്യമുണ്ട്. മാർക്ക് ലിയാൻഡറെ ചലഞ്ച് ചെയ്തിരുന്നു. ആ ചലഞ്ച് നടന്നത് അങ്ങ് യാൻ സിറ്റിയിൽ വെച്ചാണ്. അവിടെ വെച്ച മാർക്ക് അവനെ കൊലപ്പെടുത്തിയത്. വളരെ വ്യക്തമായി ഫസ്റ്റ് എൽഡർ ആ കാര്യങ്ങൾ പറയുമ്പോൾ അത് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയായിട്ട് തന്നെയാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് ആ വാർത്ത ഒരു സ്ഫോടനം തന്നെ ഉണ്ടാക്കുന്ന അതേ സമയത്ത് അവിടെ ആ യാൻ സിറ്റിയിലെ ചെൻ സ്ക്വയറിൽ തങ്ങൾ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ ആളുകൾ അങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. ഈ സതേൺ മേഖല മുഴുവൻ അറിയും ലിയാൻഡർ സതേൺ മേഖല അടക്കി ഭരിക്കുന്ന ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ അനിശ്ചിതനായ നേതാവാണ്. അവനൊരു ജീനിയസ് ആണ്, ഒരു പ്രതിഭയാണ്. അവൻ നാളെ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ തലപ്പത്തെത്തുമെന്നാണ് സകലരും പ്രവചിച്ചിരുന്നത്. ആ ജീനിയസിനെ വെറും 2 ഇടി കൊണ്ട് മാർക്ക് ഫെല്ലർ അവസാനിപ്പിച്ചിരിക്കുന്നു. മാർക്കിന്റെ ആദ്യത്തെ ഇടി ലിയാൻഡറെ ഒരുപാട് ദൂരേക്ക് തെറിപ്പിച്ചപ്പോൾ രണ്ടാമത്തെ ഇടിയിൽ ലിയാൻഡറെ തല ചിതറുകയായിരുന്നു. സകലരും കൊട്ടിഘോഷിക്കുന്ന പ്രതിഭാശാലിയായ ഓൾമൈറ്റി ലെവലിലേക്ക് കടന്നിരിക്കുന്ന ലിയാൻഡറെ വെറും 2 പഞ്ചിൽ ഒരാൾ അവസാനിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? ആളുകൾ തങ്ങൾ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഈ സമയത്ത് വാനിലയും ആക്സാനും ഓടി മാർക്കിന്റെ അടുത്തെത്തി. മാർക്കിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ വാനിലയ്ക്കും ആക്സാനും ആദ്യം ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും അവർ കിതയ്ക്കുന്നുണ്ട്. അവർ അവരുടെ കൺമുമ്പിൽ കണ്ട കാഴ്ചകൾ അവരെ വല്ലാതെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം വാനില മാർക്കിന്റെ ആ വലത് കയ്യിൽ നിന്ന് പിടിച്ചു. അവളുടെ കൈ ഉയർത്തി ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. ആ കൈയിൽ ഇപ്പോ ഒരു സുവർണ പ്രകാശം പറ്റി പിടിച്ചിരിക്കുന്നത് കൃത്യമായി കാണാം. വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ കൈ ഗോൾഡൻ പ്രകാശത്തിൽ തിളങ്ങുന്നതായിട്ട് ആർക്കും മനസ്സിലാവും. ആ കൈ തിരിച്ചു മറിച്ച് നോക്കുകയാണ് വാനില. ആക്സാനും ശരിക്കും അമ്പരപ്പിലാണ്. അവനും മാർക്കിന്റെ കയ്യിലേക്കാണ് നോക്കുന്നത്. ആ കയ്യിലെ കെട്ട് തലേദിവസം വൈകുന്നേരമാണ് മാർക്ക് ഫെല്ലർ അഴിച്ചത്. ആ കൈക്ക് ശക്തി വന്നു എന്ന് അറിയാൻ വേണ്ടി മാർക്ക് ആക്സാനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ആക്സാന്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ച് മാർക്കിനെ ഒന്ന് ഇടിക്കാനാണ് മാർക്ക് ആവശ്യപ്പെട്ടത്. മാർക്ക് ആവശ്യപ്പെട്ട അനുസരിച്ച് ആക്സാൻ അവന്റെ പൂർണ്ണ ശക്തിയും അവന്റെ കയ്യിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് മാർക്കിനെ ആഞ്ഞിടിച്ചപ്പോൾ മാർക്ക് ആ വലത് കൈകൊണ്ടാണ് ആ പഞ്ച് തടുത്തത്. ആ പഞ്ച് മാർക്ക് തടുത്ത ആ നിമിഷം ആക്സാന് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സമയത്ത് അവന്റെ ശരീരത്തിൽ ശരിക്കും ഒരു വിറയൽ ഉണ്ടായതാണ്. ആക്സാന് ഇപ്പൊ ഒരു കാര്യം ഉറപ്പാണ്. മാർക്ക് ഫെല്ലർ തന്റെ ആ പഞ്ച് തടുത്ത നിമിഷത്തിൽ മാർക്കിന്റെ ശക്തി വളരെ കുറച്ചു മാത്രമേ അവന്റെ പഞ്ച് തടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ മാർക്കിന്റെ ശക്തിയുടെ 10-1 മാത്രമാണ് ആക്സന്റെ ആ പഞ്ച് തടുക്കാനായി ഉപയോഗിച്ചത്. മാർക്കിന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആക്സൻ വിറച്ചു പോവുകയാണ്. അവൻ വല്ലാത്തൊരു അമ്പരപ്പോടെ ഒരു മഹാമേരുവിനെ കാണുമ്പോലെ മാർക്കിനെ അങ്ങ് നോക്കുമ്പോൾ വാനില മാർക്കിനോട് ചോദിച്ചു, മാർക്ക് ഇതെന്താ സംഭവം? ഈ കൈക്ക് എങ്ങനെ ഇത്ര പവർ വന്നത്? വാനിലയും മാർക്കും ഒരുപോലെ ട്യൂലൈറ്റ് എനർജിയുടെ ആക്രമണത്തിന് വിധേയരായ ആളുകളാണ്. പക്ഷെ മാർക്കിന്റെ കയ്യിൽ മാത്രമാണ് ആ സുവർണ പ്രകാശമുള്ളത്. മാർക്ക് ചിരിച്ചുകൊണ്ട് വാനിലയോട് പറഞ്ഞു, വാനില, ഞാൻ ശരിക്കും ഈ ട്യൂലൈറ്റ് എനർജിക്കകത്ത് പെട്ടുപോവുകയായിരുന്നു. എത്രയെങ്കിലും മണിക്കൂർ കിലോമീറ്റർ ദൂരത്തോളം ഞാൻ ട്യൂലൈറ്റ് എനർജിക്കകത്തായിരുന്നു. ട്യൂലൈറ്റ് എനർജി എന്നെ അടി മുതൽ മുടി വരെ ആക്രമിച്ചു എന്നാണ് സത്യം. പക്ഷെ അതിനുശേഷം എന്റെ ബോഡിയിൽ ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ ആ മുറിവ് ഉണങ്ങുന്ന സമയത്ത് പുതിയ തൊലി വരുമ്പോൾ ആ തൊലിക്ക് ചുറ്റും ഒരു സ്വർണ്ണ നിറം ഉണ്ടാകുന്നതാണ് ഞാൻ കണ്ടത്. ആ ഭാഗത്ത് ശരിക്കും ശക്തി കൂടിയതായും ഞാൻ കണ്ടു. വളരെ യാദൃശ്യവശാലാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ എന്റെ ഈ വലത് കൈ ശരിക്കും ഇടിച്ചു ഓടിച്ചത്. എന്റെ ആ ധാരണ ശരിയാണെന്ന് ഇന്നലെ ആക്സൻ എന്റെ കയ്യിലേക്ക് പഞ്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ലിയാൻഡറെ നേരിട്ടത്. മാർക്ക് ഫെല്ലർ പറയുന്ന കാര്യങ്ങൾ വല്ലാത്തൊരു അവിശ്വസനീയതയോടു കൂടിയാണ് ആക്സനും വാനിലയും കേൾക്കുന്നത്. ലിയാൻഡർ ഒരു സാധാരണ കക്ഷിയെ അല്ല,
അയാളെ വെറും കൈക്കരുത്തുകൊണ്ട് നേരിടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് പോലും അബദ്ധമാണ്. പക്ഷെ മാർക്ക് അങ്ങനെ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ആ വിശ്വാസം മാർക്ക് ഇവിടെ നടപ്പിലാക്കുകയും ചെയ്തു. പെട്ടെന്ന് വാനില ചുറ്റും നോക്കിയിട്ട് മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, നടന്നത് നടന്നു കഴിഞ്ഞു. മാർക്ക് ഇപ്പോ കൊന്നത് ലിയാൻഡ്രയാണ്. ലിയാൻഡർ ആ ഫസ്റ്റ് എൽഡറുടെ ശിഷ്യനാണ്. മാർക്ക് ലിയാൻഡറെ കൊല്ലുമ്പോൾ ആ ഫസ്റ്റ് എൽഡറുടെ പ്രതിരൂപം ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ അത് ഒരിക്കലും മറക്കില്ല. ഫസ്റ്റ് എൽഡർക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ശരിക്കും സ്വാധീനമുണ്ട്. അയാൾ ഉറപ്പായും ഇതൊരു വിഷയമാക്കും. ക്ലൗഡ് സെക്ഷൻകാർ മാർക്കിനെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിക്കും. മാർക്കും ലിയാൻഡറും തമ്മിലുള്ള ആ ഫൈറ്റ് നടക്കുന്ന സമയത്ത് തന്നെ വാനില ആ ഫൈറ്റിന്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നു. ലിയാൻഡറാണ് പരാജയപ്പെടുന്നതെങ്കിൽ ഉറപ്പായും മാർക്കിനെ ആ ക്ലൗഡ് സെക്ഷൻ വെറുതെ വിടില്ല. ആ കാര്യം വാനിലയ്ക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് വാനില അങ്ങനെ മാർക്കിനോട് പറഞ്ഞത്. അതിന് മറുപടിയായി മാർക്ക് വാനിലയോട് പറഞ്ഞു, വാനില, അത് സ്വാഭാവികമായും അങ്ങനെ തന്നെ ആകുമല്ലോ, എനിക്ക് വേറെ മാർഗമില്ലല്ലോ. അത് കേട്ടതും വാനില മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ശരിക്കും ഫസ്റ്റ് എൽഡർ മാർക്കിനോട് ലിയാൻഡർ തോൽവി സമ്മതിച്ച കാര്യം പറഞ്ഞതാണ്. ലിയാൻഡർ തോൽവി സമ്മതിച്ചിട്ടും മാർക്ക് എന്തിനാ ലിയാൻഡറെ കൊന്നത്? വാനില ആ ചോദ്യം ചോദിച്ചതും മാർക്ക് ഫെല്ലർ തറയിൽ തല ചിതറിക്കിടക്കുന്ന ലിയാൻഡറുടെ ബോഡിയിലേക്ക് ഒന്ന് നോക്കി. അതിനുശേഷം മാർക്ക് വാനിലയോടായി പറഞ്ഞു, വാനില, ഇവൻ ശരിക്കൊരു ചതിയനാണ്. ഇവൻ ചതിയിലൂടെ എൻ്റെ ഒരു സുഹൃത്തിനെ കൊന്നു. ചതി നമുക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല. നേർക്കുനേറുള്ള യുദ്ധത്തിൽ ഒരാൾ പരാജയപ്പെടുമ്പോൾ അയാൾ തോൽവി സമ്മതിച്ചാൽ അവിടെ ആ ഫൈറ്റ് അവസാനിപ്പിക്കുന്നത് ശരിക്കും നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ തോൽവി സമ്മതിച്ചത് ഒരു ചതിയനാണ്. ചതിയൻ തോൽവി സമ്മതിച്ചാലും നമ്മളത് അംഗീകരിക്കാൻ പാടില്ല. ചതിയന്മാരെ വളരാൻ അനുവദിച്ചാൽ അവര് നാളെ നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും വല്ലാത്ത ദുരന്തങ്ങൾ ഉണ്ടാക്കും. ചതിക്കുന്നവരുമായി ഒരു കാരണവശാലും ഒരു തരത്തിലുമുള്ള ബന്ധവും പാടില്ല എന്നാണ് മാർക്ക് ഫെല്ലർ അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. വാനിലയ്ക്ക് അത് കേട്ടപ്പോൾ അവളുടെ ജീവിതവുമായി ആ വാക്കുകൾക്ക് ബന്ധമുണ്ടെന്ന് ഒരു തോന്നലുണ്ടാവുകയാണ്. അവൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാർക്ക് വാനിലയോട് ചോദിച്ചു, വാനില, നീ നിന്റെ കുടുംബത്തേക്ക് മടങ്ങി പോകുന്നില്ലേ? മാർക്ക്, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, കുടുംബം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം നമ്മൾ വീഴുമ്പോൾ നമുക്കൊപ്പം നിൽക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. ഇവിടെ ഞാൻ വീണപ്പോൾ എന്നെ അവർ തള്ളിപ്പറയുകയായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ എന്റെ ബന്ധുക്കളായി ഞാൻ എങ്ങനെയാ കരുതുക? മാർക്ക് നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ എന്നെ ചതിച്ചു എന്നുള്ളതാണ് സത്യം. ചതിയന്മാരോടൊപ്പം കൂടാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. അവളുടെ രക്തബന്ധുക്കളാണ് അവളെ തള്ളിപ്പറഞ്ഞത്. ആ തള്ളിപ്പറഞ്ഞ ആളുകൾ മാർക്കിന്റെ ഭാഷ പറയുമ്പോൾ ചതിയന്മാരാണ്. ആ ചതിയന്മാരുമായിട്ട് ഒരു കൂട്ടും വേണ്ട എന്ന് അവൾ തീരുമാനിച്ചുറച്ചിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ തണ്ടർ കോർട്ട്യാർഡിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. തണ്ടർ കോർട്ട്യാർഡിലേക്കോ? അതെ മാർക്ക്, അവിടെ ആ അക്കാഡമിയിൽ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് അവൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ഇപ്പോഴാണ് ഞാൻ അത് ആലോചിച്ചത്. മാർക്ക്, ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ മാർക്ക് എവിടെ പോയാലും മാർക്കിനെ ഫോളോ ചെയ്ത് വേട്ടയാടും. അവര് വരാൻ സാധ്യതയില്ലാത്ത ഏക സ്ഥലം ഈ തണ്ടർ കോർട്ട്യാർഡാണ്. മാർക്ക് അവിടേക്ക് വരുന്നതാണ് നല്ലത്. ഏയ് വാനില, അതെന്താ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാര് തണ്ടർ കോർട്ട്യാർഡിൽ വരാത്തത്? ഹേയ് മാർക്ക്, തണ്ടർ കോർട്ട്യാർഡ് മറ്റൊരു എൻറ്റിറ്റിയാണ്. അവിടെ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഒന്നുമേ അല്ല. അത് കേട്ടതും മാർക്ക് ഫെല്ലർ വാനിലയോട് പറഞ്ഞു, വാനില, പക്ഷേ എനിക്ക് വരാൻ പറ്റില്ല. മാർക്ക്, അതെന്താ? വാനില, ഞാൻ കേട്ടിടത്തോളം തണ്ടർ കോർട്ട്യാർഡുകാർ മിടുക്കരെ മാത്രമേ എടുക്കത്തുള്ളൂ. എന്നെ അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിൽ സ്പിരിച്വൽ എനർജി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവർ അഡ്മിഷൻ നൽകത്തില്ല. വാനില, നിന്റെ കാര്യം അങ്ങനെയല്ല. നിനക്ക് വളരെ വേഗം അവിടെ അഡ്മിഷൻ കിട്ടും. മാർക്ക് ഫെല്ലർ പറയുന്നതിൽ യുക്തിയുണ്ടെന്ന് പെട്ടെന്ന് വാനിലയ്ക്ക് തോന്നി. തണ്ടർ കോർട്ട്യാർഡിൽ അഡ്മിഷന് വേണ്ടി ചെല്ലുന്ന ഏതൊരാളെയും അവിടെ പരീക്ഷ നടത്തി മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ സെലക്ഷൻ ലഭിക്കത്തില്ല. വാനില ഇപ്പോ മൈറ്റി ലെവലിലെ ഏതാണ്ട് പീക്ക് ലെവലിലേക്ക് എത്തിയിരിക്കുന്നതുകൊണ്ട് അവൾക്ക് വളരെ അനായാസമായിട്ട് തണ്ടർ കോർട്ട്യാർഡിൽ അഡ്മിഷൻ നേടാൻ പറ്റും. അവളുടെ സ്പിരിച്വൽ എനർജി ആ ലെവലിൽ വളർന്നു നിൽക്കുകയാണ്. പക്ഷെ മാർക്കിന്റെ കേസ് അതല്ല. അവിടെ സ്പിരിച്വൽ എനർജി ബേസ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ മാർക്ക് ഉറപ്പായും പരാജയപ്പെടും. ഭൂമിയിൽ വെച്ച് മാർക്ക് ഹെവൻലി ഹോളി സെക്ഷൻ നടത്തിയ ആ സ്റ്റോൺ പഞ്ചിൽ പങ്കെടുത്തപ്പോൾ മാർക്ക് ധൈര്യമായി പരാജയപ്പെട്ടതാണ്. ബെഞ്ച് മാർക്ക് പോയിന്റ് 50 ആയിരുന്നു. പക്ഷെ മാർക്കിന് ലഭിച്ചത് ആകെ 3 പോയിന്റാണ്. അതിൽ വലിയ മാറ്റമൊന്നും ഇപ്പോൾ വരാൻ സാധ്യതയില്ല. മാർക്കിന്റെ മനസ്സിൽ ആ ചിന്തകൾ വരുമ്പോൾ ആക്സൺ വാനിലയോട് ചോദിച്ചു, മിസ് വാനില, അപ്പോ വീട്ടിലേക്ക് വരുന്നില്ലേ? ഏയ് ആക്സൺ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇനി വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ഏയ് അങ്ങനെയാണെങ്കിൽ ഞാനും മിസ് വാനിലയ്ക്കൊപ്പം വരികയാണ്. ഏയ് ആക്സൺ, അത് നടക്കുന്ന കാര്യമല്ല. എനിക്കറിയാം
നീ എന്നോടൊപ്പം വിശ്വസ്തനായി നിൽക്കുന്ന ആളാണെന്ന്, നിന്റെ ആ വിശ്വസ്തത എനിക്ക് ഇഷ്ടവുമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിനക്ക് ചില മോഹങ്ങളുണ്ടെന്നും എനിക്കറിയാം. അക്സൻ, അതൊന്നും നടക്കത്തില്ല. ഞാൻ ആ ശൈലിയിൽ നിന്നെ കണ്ടിട്ടേയില്ല. വാനില പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് വാനിലയ്ക്കൊപ്പം കൂടിയിരിക്കുന്ന ആക്സന് സ്വാഭാവികമായും വാനിലയോട് ഒരു ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ വാനിലയ്ക്ക് ആരുടെ സഹായമൊന്നും വേണ്ട. ആക്സന് വാനിലയെ വലിയ ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടം ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ട് ആക്സനെ കൂടെ കൂട്ടാൻ വാനിലയ്ക്ക് പറ്റത്തുമില്ല. രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ്. വാനില ശരിക്കൊരു മാർഷൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വളരെ മുകളിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ യാത്രയിൽ അവർക്ക് കൂടെ കൂട്ടാൻ കഴിയുന്ന ഒരു കഥാപാത്രമേ അല്ല ഈ ആക്സൻ. വാനില വളരെ വ്യക്തമായി തന്നെ അവളുടെ അഭിപ്രായം പങ്കുവച്ചപ്പോൾ ആക്സന് ശരിക്കും സങ്കടമായി. അത് കണ്ടതും മാർക്ക് ഫെല്ലർ ആക്സനോട് പറഞ്ഞു, ഏയ് ആക്സൻ, ജീവിതത്തിൽ ഓരോ ആളിനും ഓരോ ലക്ഷ്യങ്ങളല്ലേ. നീ നല്ലൊരു മനുഷ്യനാണ്. നിന്നെ പോലെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടുകിട്ടാൻ തന്നെ വലിയ പാടാണ്. നീ മിസ് വാനിലെ ഇതുവരെ നിന്റെ ജീവൻ നൽകിയില്ലേ പ്രൊട്ടക്ട് ചെയ്തത്. നാളെ ചിലപ്പോൾ വാനില നിന്റെ അടുത്തേക്ക് മടങ്ങി വന്നുകൂടായില്ല. അതുകൊണ്ട് ആക്സൻ വാനില പറയുന്നത് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ പറഞ്ഞ് മാർക്ക് ഫെല്ലർ വാനിലയും ആക്സനെയും യാത്രയാക്കി. അതിനുശേഷം മാർക്ക് അവിടെ നിന്ന് മാർക്കിന്റെ ആ കുതിരയെ കെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. മാർക്ക് എത്രയും വേഗം അവിടെ നിന്ന് സ്ഥലം വിടുന്നതാണ് നല്ലതെന്ന് അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പേ വാനില മാർക്കിനോട് പറഞ്ഞിരുന്നു. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ കൂടുതൽ ആളുകളെ രംഗത്തിറക്കി മാർക്കിനെ വേട്ടയാടാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടതുകൊണ്ടാണ് ആ ഉപദേശം വാനില മാർക്കിന് കൊടുത്തത്. മാർക്കിന് അതറിയാം. മാർക്ക് അവന്റെ കുതിരയ്ക്ക് നേരെ നടക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു ശബ്ദം, ഏയ് മാർക്ക്, ഒന്ന് നിന്നേ. തിരിഞ്ഞു നോക്കിയ മാർക്ക് കണ്ടത് മാസ്റ്റർ ചെൻ മാർക്കിന്റെ അടുത്തേക്ക് വരുന്നതാണ്. മാസ്റ്റർ, അങ്ങനെന്താ ഇവിടെ? ഏയ് മാർക്ക്, അതെന്ത് ചോദ്യമാ ഈ ചോദിക്കുന്നത്? നീയും ലിയാൻഡർ തമ്മിലുള്ള ഫൈറ്റ് മറ്റെല്ലാവരും പോലെ ഞാനും കാണാനായി ഇവിടെ ഉണ്ടായിരുന്നു. മാർക്ക്, എനിക്ക് സത്യത്തിൽ നിന്നെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. മാർക്ക്, ഇനി എന്താ അതിന്റെ പരിപാടി? മാസ്റ്റർ, എനിക്ക് എങ്ങോട്ടെങ്കിലും ഇവിടുന്ന് മാറിയേ പറ്റൂ. ക്ലൗഡ് സെക്ഷൻകാർ എന്നെ ഫോളോ ചെയ്യാൻ സർവ്വസാധ്യതയുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ മാർക്ക്, അതെന്തായാലും നല്ലതാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാസ്റ്റർ ചെൻ അയാളുടെ മാന്ത്രിക നിലവറയിൽ നിന്ന് ഒരു ജാർ എടുത്ത് മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. ജാറ് കയ്യിൽ വാങ്ങിച്ച മാർക്ക് അക്ഷരാർത്ഥത്തിൽ അത്ഭുതത്തോടെ ആ ജാറിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിന്നു പോവുകയാണ്. മാസ്റ്റർ, എന്താ ഇത്? ഇത് ലൈഫ് എനർജി അല്ലേ? അതെ, ലൈഫ് എനർജിയാണ്. ആ ലൈഫ് എനർജി ഞാൻ നിനക്ക് നൽകുകയാണ്. മാസ്റ്റർ, വേണ്ട വേണ്ട, എനിക്കറിയാം ഈ ലൈഫ് എനർജി നേടാൻ അങ്ങ് ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നും. ഞാൻ ലൈഫ് എനർജി തേടി ഇവിടെ വരുമ്പോൾ ലൈഫ് എനർജി കിട്ടാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് എനിക്ക് ഒട്ടും അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ആ മൗണ്ടന് മുകളിൽ ഞാൻ ലൈഫ് എനർജി കണ്ടെത്താനായി യാത്ര നടത്തിയപ്പോൾ ഞാൻ കണ്ടതാണ് അവിടെയുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ. ശരിക്കും അങ്ങയുടെ ജീവൻ കൊടുത്ത് നേടിയതാണ് ഈ ലൈഫ് എനർജി. അത് അങ്ങയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു കാരണവശാലും അങ്ങ് ഇത് മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. അത് കേട്ടതും ചെൻ മാർക്കിന്റെ കയ്യിലേക്ക് തന്നെ ആ ജാറ് വെച്ചു കൊടുത്തോണ്ടും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ജീവൻ കൊടുത്തു തന്നെയാണ് ഞാൻ ഈ ലൈഫ് എനർജി സ്വന്തമാക്കിയത്. പക്ഷേ ഇപ്പോ എനിക്ക് എൻ്റെ ജീവനേക്കാൾ ഏറെ വിലയുള്ളതായി തോന്നുന്നത് നിന്റെ ജീവനാണ്. മാർക്ക്, എനിക്ക് ഈ ലോകത്ത് മറ്റാരെക്കാളും എനിക്ക് ഇപ്പൊ ഒരു ഇഷ്ടം നിന്നോടുണ്ട്. നീ വിജയിക്കണം മാർക്ക്, നീ പരാജയപ്പെടാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് ഈ പ്രപഞ്ചം അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ്. അങ്ങനെ മാസ്റ്റർ എൻ പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ ഏതാണ്ട് തുളുമ്പി വരികയാണ്. അത് കണ്ടപ്പോൾ മാർക്കിനും ശരിക്കും വിഷമമായി. മാർക്ക്, നീ ഇത് വാങ്ങാതെ പോയാൽ എനിക്കത് ഒരുപാട് ഒരുപാട് വിഷമമാകും. നിന്നെ സംരക്ഷിക്കാനായി ഞാൻ ഒന്നും ചെയ്തില്ല എന്നൊരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വരാൻ പാടില്ല. മാർക്ക്, നീ ഇത് വാങ്ങണം. ഇത് കുറച്ചെങ്കിലും നിനക്ക് സഹായകരമാകും. മാസ്റ്റർ ചെൻ 100% ആത്മാർത്ഥതയോടെയാണ് ആ വാക്കുകൾ പറയുന്നത്. മാർക്കിന് മാസ്റ്റർ ചെന്നിന്റെ മുഖത്തോട്ട് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. കാരണം മാർക്കിന്റെ കണ്ണുകളും നിറഞ്ഞു തുടങ്ങി. മാർക്കിന്റെ ഷോൾഡർ തട്ടിക്കൊണ്ട് ചെൻ പറഞ്ഞു, ഹേയ്, വെറുതെ അല്ല അലീന നിന്നെ എന്റെ അടുത്തേക്ക് അയച്ചത്. അലീനയോ? അതെ, സിസ്റ്റർ ലീ. സിസ്റ്റർ ലീയുടെ യഥാർത്ഥ പേര് അലീനയാണെന്ന് അപ്പോഴാണ് മാർക്കിന് മനസ്സിലാവുന്നത്. മാർക്ക്, നിന്നെപ്പോലെ തന്നെയാണ് ആ അലീനയും. വിലമതിക്കാനാവാത്ത ഒരു പൗരമാണ് അലീന. അവൾ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യേണ്ടത്. സിസ്റ്റർ ലീ എന്ന അലീനയെ കുറിച്ച് ശരിക്കും ഹൈ ഒപ്പീനിയൻ ആണ് മാസ്റ്റർ ചെന്നിനുള്ളത്. അത് കേട്ടപ്പോ മാർക്കിനും വല്ലാത്തൊരു സന്തോഷം തോന്നി. സിസ്റ്റർ ലീ മാർക്കിന് മാസ്റ്റർ ചെന്നിന്റെ ആ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഒരു സംശയമൊക്കെ മാർക്കിന് മനസ്സിൽ തോന്നിയിരുന്നെങ്കിലും ഇപ്പോ അതെല്ലാം പൂർണ്ണമായും മാറുകയാണ്. മാർക്ക് സിസ്റ്റർ ലീയെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാസ്റ്റർ ചെൻ ഒരു മാപ്പ് മാർക്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. മാർക്ക്, ഈ മാപ്പ് നീ
അലീനയ്ക്ക് കൊടുക്കണം. അവൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു സമ്മാനമാണിത്. നിന്നെ എനിക്ക് പരിചയപ്പെടുത്തിയതിന് എൻ്റെ ഒരു സന്തോഷമാണെന്ന് നീ അവളോട് പറയുകയും വേണം. മാർക്കിന് ആ വാക്കുകൾ കേട്ടപ്പോൾ അതിന് ഒരു മറുപടിയും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മാർക്ക് ഒരു അക്ഷരം പോലും മിണ്ടാതെ ആ മാപ്പ് വാങ്ങിച്ച് മാർക്കിന്റെ നിലവറയിലേക്ക് വെച്ചു. അതോടൊപ്പം ആ ജാറും. മാസ്റ്റർ ചെന്നിന്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. മാസ്റ്റർ, എന്നെ അനുഗ്രഹിക്കണം. മാർക്ക്, എന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാകും. ഞാൻ പൂർണ്ണമായും നിന്നിൽ വിശ്വസിക്കുകയാണ്. നിനക്ക് ഒന്നും സംഭവിക്കില്ല. വല്ലാത്തൊരു ഭാവത്തോടെയാണ് മാസ്റ്റർ ചെൻ അത് പറഞ്ഞത്. ഒരു പ്രവാചകന്റെ പ്രവചനശേഷി അയാളുടെ ആ വാക്കുകൾക്കുണ്ടെന്ന് അത് കേൾക്കുന്ന ആർക്കും തോന്നും. പക്ഷെ ഭാഗ്യത്തിന് മാർക്കും മാസ്റ്റർ ചെന്നുമല്ലാതെ അവിടെ വേറെ ആരുമില്ല. മാർക്ക് ആ കുതിരപ്പുറത്തേക്ക് കയറി. എറിക്കിന്റെ ആ ഡീമണിക് ബീസ്റ്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന ആ കുതിര മാർക്കിനെയും കൊണ്ട് അതിവേഗം പാഞ്ഞു തുടങ്ങി. ആ കുതിരപ്പുറത്ത് മാർക്ക് പാഞ്ഞു പോകുന്നത് ഗൂസ് സിറ്റിയിലേക്കാണ്. ഗൂസ് സിറ്റി വഴിയാണ് മാർക്കിന് ഹണ്ടിങ് ഓർഗനൈസേഷനിലേക്ക് പോകേണ്ടത്. ആ കുതിരപ്പുറത്ത് അങ്ങനെ പാഞ്ഞു പോകുമ്പോൾ മാർക്ക് മനസ്സിൽ കാണുന്ന ഏക സ്ഥലം ഹണ്ടിങ് ഓർഗനൈസേഷനാണ്. ഹണ്ടിങ് ഓർഗനൈസേഷന് സമീപത്തുള്ള ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് എവിടെയെങ്കിലും ഒളിവിൽ കഴിയാം. അങ്ങനെ ഒരു ചിന്തയാണ് ഇപ്പൊ മാർക്കിന്റെ മനസ്സിലുള്ളത്. ചെൻ സിറ്റിയിൽ നിന്ന് ഹണ്ടിങ് ഓർഗനൈസേഷനിലേക്ക് മാർക്ക് യാത്ര ചെയ്തെത്താൻ മിനിമം 3 ദിവസമെങ്കിലും പിടിക്കും. മാർക്ക് ഫെല്ലർ ആ ഹണ്ടിങ് ഓർഗനൈസേഷൻ ലക്ഷ്യമിട്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മാർക്കിന്റെ തൊട്ടു മുന്നിൽ തന്നെ വാനില അതേ ലക്ഷ്യത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ചെൻ സിറ്റി ഈ സദേൺ റീജിയന്റെ ഇടതുഭാഗത്താണ്. ഇടതുഭാഗം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ മേഖലയാണ്. ഏതാണ്ട് മിഡിൽ ഭാഗത്താണ് ഹണ്ടിങ് ഓർഗനൈസേഷനും അതുപോലെ ഗൂസ് സിറ്റിയും ഹെവൻലി ക്ലൗഡ് സെഷനൊക്കെ ഉള്ളത്. വലതു ഭാഗത്ത് കിഴക്ക് വശമാണ്. ആ കിഴക്ക് വശത്തിന്റെ ഏറ്റവും കോർണറിൽ സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് തണ്ടർ കോർട്ട്യാർഡ് ഉള്ളത്. അവിടേക്കാണ് വാനില യാത്ര ചെയ്യുന്നത്. മാർക്കിന് ഏകദേശം ഒരു 3000 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതിയെങ്കിൽ വാനിലേക്ക് വീണ്ടും ഒരു 3000 കിലോമീറ്റർ കൂടി യാത്ര ചെയ്യണമെന്ന് അർത്ഥം. ആ രണ്ട് ടീമും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അങ്ങനെ യാത്ര തിരിക്കുമ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് തന്റെ മുറിയിൽ ഡീസൺ വല്ലാത്ത ആഹ്ലാദത്തിലാണ്. ഡീസൺ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ആ വാർത്ത അറിഞ്ഞത്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ജീനിയസ് എന്ന് വിളിക്കപ്പെട്ട ലിയാൻഡറെ അവന്റെ മാസ്റ്റർ മാർക്ക് ഫെല്ലർ വെറും 2 പഞ്ചിൽ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് അവനെ തേടി വന്നത്. ആ വാർത്ത കേട്ടപ്പോൾ ഒരു ഞെട്ടിലൊക്കെ ആ വാർത്ത തന്നോട് പറഞ്ഞ ആളുടെ മുന്നിൽ ഡീസൺ കാണിച്ചെങ്കിലും ആ വ്യക്തി പോയി കഴിഞ്ഞപ്പോൾ ഡീസൺ ശരിക്കും സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചാടി പോവുകയാണ്. അവന്റെ മാസ്റ്റർ അതിശക്തനാണെന്ന് ഇതാ ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ്. ഡീസന്റെ മനസ്സിൽ ഒരേ ഒരാളെ മാസ്റ്ററായിട്ടുള്ളൂ. അത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എൽഡർ ബായി മാസ്റ്ററായിട്ട് ഇപ്പോൾ ഡീസൺ അവതരിപ്പിക്കുന്നത്. ശരിക്കും സന്തോഷത്തോടെ ഡീസൺ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ആ മുറിയിലേക്ക് സാക്ഷാൽ എൽഡർ ബായി കടന്നു വരുന്നത്. എൽഡർ ബായി അങ്ങോട്ട് വന്നതും പെട്ടെന്ന് ഡീസൺ മുഖത്തെ ഭാവം ഒന്ന് മാറ്റി. വളരെ സങ്കടത്തോടുകൂടി എൽഡർ ബായിക്ക് നേരെ തിരിഞ്ഞ ഡീസൺ എൽഡർ ബായിയോട് പറഞ്ഞു, മാസ്റ്റർ, ശരിക്കും സങ്കടകരമായ കാര്യമാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അത് കേട്ടതും താൻ കടന്നു വന്ന വാതിലിലോട്ട് ഒന്ന് നോക്കിയിട്ട് എൽഡർ ബായ് ശബ്ദം താഴ്ത്തി ഡീസനോട് പറഞ്ഞു, ഡീസൺ, ഇതിൽ സങ്കടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ശരിക്കും നമ്മൾ സന്തോഷിക്കേണ്ട സമയമാണ്. മാസ്റ്റർ എന്തായി പറയുന്നത്? ഡീസൺ, അവൻ നിനക്ക് ശരിക്കും ഒരു തടസ്സമായിരുന്നു. ആ തടസ്സമാണ് ഇപ്പൊ ഇല്ലാതായിരിക്കുന്നത്. ഇനി നിന്റെ പാത വളരെ വളരെ സുഗമമാണ്. ആ പാതയിലൂടെ നീ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ഗുരു എന്ന നിലയിൽ എനിക്കും വല്ലാത്തൊരു സ്വാധീനം ഈ ക്ലൗഡ് സെക്ഷനിൽ കിട്ടും. ഡീസൺ, എനിക്കറിയാം നാളെ ഈ ക്ലൗഡ് സെഷന്റെ തലപ്പത്തേക്ക് നീ എത്തുമെന്ന്. ആ സമയത്ത് നിന്റെ മാസ്റ്റർ നിലയിൽ എനിക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത എന്നെ ശരിക്കും ഇപ്പോഴും സന്തോഷിപ്പിക്കുകയാണ്. ഡീസന്റെ തണലിൽ കിട്ടാവുന്ന സൗകര്യങ്ങളെക്കുറിച്ച്, ബഹുമാനത്തെക്കുറിച്ച്, ആളുകളുടെ ആരാധനയെക്കുറിച്ചൊക്കെ ഇപ്പോഴേ എൽഡർ ബായി സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് ഡീസന്റെ മുന്നിൽ തുറന്നു പറയാൻ അയാൾക്കൊരു മടിയുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ശബ്ദം താഴ്ത്തി ഡീസനോടായി എൽഡർ ബായി പറഞ്ഞു, ആ ലിയാൻഡർ കൊല്ലപ്പെട്ടത് നമുക്ക് എന്തായാലും ഗുണമാണെന്നുള്ള കാര്യം നീ മനസ്സിൽ വെച്ചാൽ മതി, പുറത്ത് അതൊന്നും കാണിക്കണ്ട. അങ്ങനെ എൽഡർ ബായി പറഞ്ഞ അതേ നിമിഷത്തിൽ ഒരാള് ആ മുറിയിലേക്ക് വന്നു. എൽഡർ ബായ്, സെക്ഷൻ മാസ്റ്റർ വിളിക്കുന്നു. അത് കേട്ടതും എൽഡർ ബായിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. എൽഡർ ബായി തിരിഞ്ഞ് ആ ആഗതനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ വന്നോളാം, നീ വെക്കോ. അല്ല എൽഡർ ബായി, അങ്ങേ കൂട്ടിക്കൊണ്ടു വരാനാണ് സെക്ഷൻ മാസ്റ്റർ പറഞ്ഞത്. ഓക്കെ, ഞാനിതാ വരുന്നു, നീ നടന്നോ. ആ സന്ദേശവാഹകൻ അവിടുന്ന് നടന്നു പോകുന്നു നോക്കിയിട്ട് എൽഡർ ബായി ഡീസനോട് പറഞ്ഞു, ഡീസൻ, കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഇനി കളിയാകെ മാറും. ഇതുവരെ ആ ഫസ്റ്റ് എൽഡർ ശരിക്കും ഇവിടെ
ഒരു വല്ലാത്ത താരപരിവേഷത്തോടാണ് നിലനിന്നത്. അയാളുടെ ശിഷ്യനായിരുന്നല്ലോ ലിയാൻഡർ. ലിയാൻഡർ ആണ് അയാൾക്ക് ഇത്രയും പേരുണ്ടാക്കി കൊടുത്തത്. ഇനി അതൊക്കെ നീ മുഖേന എന്നിലേക്ക് വരും. ഡീസൻ, നീ കാത്തിരുന്നോ, നല്ല വാർത്തയുമായി ഞാനിപ്പോ വരാം. അങ്ങനെ പറഞ്ഞിട്ട് എൽഡർ ബായി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാൾ കോൺഫറൻസ് റൂമിൽ എത്തുമ്പോൾ ആ റൂം ഫില്ലാണ്. പ്രധാന കസേരയിൽ അതീവ സുമുഖനായ, നല്ല പൊക്കമുള്ള, ഒത്ത ഗാംഭീര്യമുള്ള ഒരാള് ഇരിപ്പുണ്ട്. കണ്ടാൽ ചെറുപ്പമാണെന്ന് തോന്നുമെങ്കിലും 100 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ആ മനുഷ്യന്. അതാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്റർ. ഹെവനില് ഈ 100 വയസ്സെന്നൊക്കെ പറയുന്നത് ഒരു പ്രായമേ അല്ല. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ആയുസ്സുള്ള ആളുകളും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 100 വയസ്സുള്ള ആ സെക്ഷൻ മാസ്റ്റർ ശരിക്കും ഒരു ചെറുപ്പക്കാരനാണെന്ന് തന്നെ പറയാം. അയാളുടെ ഇടതുവശത്തായി ഫസ്റ്റ് എൽഡർ ഇരിപ്പുണ്ട്. വലതു ഭാഗത്തായി ഡെപ്യൂട്ടി സെക്ഷൻ ലീഡർ ഇരിക്കുകയാണ്. ബാക്കി ലീഡേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. എൽഡർ ബായി അകത്തേക്ക് വരുന്ന കണ്ടതും ഡെപ്യൂട്ടി സെക്ഷൻ ലീഡർ എൽഡർ ബായിയോട് പറഞ്ഞു, എന്താ ലേറ്റായ? ഡെപ്യൂട്ടി സെക്ഷൻ ലീഡർ, ക്ഷമിക്കണം, ഞാൻ ഇപ്പോ വിവരം അറിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഓടി വന്ന് അയാളുടെ സീറ്റിലേക്ക് ഇരുന്നു. എൽഡർ ബായി വരാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് വ്യക്തമാണ്. എൽഡർ ബായി ഇരുന്ന് കഴിഞ്ഞതും ഡെപ്യൂട്ടി സെക്ഷൻ ലീഡർ ഉറക്കെ എല്ലാവരോടുമായി പറഞ്ഞു, തികച്ചും സങ്കടകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരവുമായിരുന്നു ലിയാൻഡർ. ആ ലിയാൻഡറാണ് ഇപ്പോ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ ലിയാൻഡറെ കൊന്നത് മിസ്റ്റർ മാർക്ക് ഫെല്ലറാണ്. ആ വിഷയം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ജോലി. അങ്ങനെ ഡെപ്യൂട്ടി സെക്ഷൻ ലീഡർ അജണ്ട എന്താണെന്ന് വ്യക്തമാക്കിയതും ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. സെക്ഷൻ മാസ്റ്റർ, കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ഹോളി സെക്ഷനിലെ എല്ലാവരും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന പ്രതിഭാശാലിയായ ലിയാൻഡറുടെ ഈ മരണത്തിന് ഉത്തരവാദി ആര് തന്നെയാണെങ്കിലും അവർ ഇനി ഉണ്ടാകാൻ പാടില്ലെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു എൽഡർ അത് പറഞ്ഞതും അടുത്തയാള് അത് സപ്പോർട്ട് ചെയ്തു. അതെ, ആ മാർക്ക് ഫെല്ലർ ഇനി വേണ്ട. അതിന് അകമ്പടിയായി മൂന്നാമത്തെ ആള് പറഞ്ഞു, നമ്മൾ കരുതും പോലെ വളരെ നിസ്സാരക്കാരനായ ഒരാളൊന്നുമല്ല ഈ മാർക്ക് ഫെല്ലർ. അവൻ കൊന്നത് ഓൾവൈറ്റി ലെവലിലേക്ക് കടന്നിരിക്കുന്ന ലിയാൻഡ്രയാണ്. അതുകൊണ്ട് ഒരു വൻ സേനയെ തന്നെ നമ്മൾ ആ മാർക്കിനെ പിടികൂടാനായി നിയോഗിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇനി ഒരാളും ഹെവൻലി ക്ലൗഡ് സെക്ഷനെതിരെ തിരിയാൻ ഇടവരാത്ത വിധത്തിൽ അവനെ പരസ്യമായി ശിക്ഷിക്കുകയും വേണം. അവിടെയുള്ള ആ സീനിയർ ലീഡേഴ്സ് ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചപ്പോൾ താരതമ്യേന ചെറുപ്പമായ ഒരാള് ഒന്ന് എണീറ്റു. ഇവിടെ എല്ലാവരും പങ്കുവെക്കുന്നത് ലിയാൻഡറുടെ മനത്തുള്ള ദുഃഖവും മാർക്ക് ഫെല്ലറോടുള്ള എതിർപ്പുമാണ്. പക്ഷെ ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഈ ക്ലൗഡ് സെക്ഷൻ അകത്തുനിന്നും പുറത്തുനിന്നുമായി എനിക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ ഈ മാർക്ക് ഫെല്ലർ നമ്മുടെ ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ അംഗമാകാൻ വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്തുകൊണ്ട് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഭാഗമായില്ല എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായിരുന്ന ഓൾമൈറ്റി ലെവലിലേക്ക് കടന്ന ലിയാൻഡറെ കൊലപ്പെടുത്താൻ കപ്പാസിറ്റിയുള്ള മാർക്ക് ഫെല്ലർ എന്തുകൊണ്ട് നമ്മുടെ സെക്ഷനിൽ അംഗമാകാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു? നമ്മൾ അതിനെക്കുറിച്ച് കൂടി ആലോചിക്കണം. അതുവരെ ഉണ്ടായിരുന്ന ചർച്ചയുടെ ആ ഒഴുക്കിനെ പൂർണ്ണമായും ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു അഭിപ്രായമാണ് ചെറുപ്പക്കാരനായ ആ ലീഡർ പറഞ്ഞത്. അയാൾ അത് പറഞ്ഞതും അതുവരെ നിശബ്ദനായിരുന്ന ഫസ്റ്റ് എൽഡർ ഉറക്കെ പറഞ്ഞു, ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ലിയാൻഡറാണ്. ലിയാൻഡർ ഒരു ജീനിയസ് ആയിരുന്നു. എന്നിട്ടും ലിയാൻഡർ മാർക്കിന് മുന്നിൽ തോറ്റുപോയി. എന്റെ കൺമുന്നിൽ വെച്ചാണ് ലിയാൻഡറെ മാർക്ക് കൊലപ്പെടുത്തിയത്. അവൻ എന്റെ വാക്കുകളെ ധിക്കരിക്കുകയും ചെയ്തു. ഞാൻ അവനോട് ലിയാൻഡർ തോൽവി സമ്മതിച്ച കാര്യം പറഞ്ഞതാണ്. പക്ഷേ അവൻ എന്റെ വാക്കുകളെ പരിഗണിക്കുക പോലും ചെയ്യാതെ എന്റെ കൺമുന്നിൽ വെച്ച് ലിയാൻഡറെ കൊലപ്പെടുത്തുകയായിരുന്നു. ആ മാർക്ക് ഫെല്ലറെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് എൽഡർ അയാളുടെ വാക്കുകൾ വിശദമാക്കിയതും എൽഡർ ബായിയും ഉറക്കെ പറഞ്ഞു, അതെ, ഫസ്റ്റ് എൽഡർ പറഞ്ഞതാണ് ശരി. മാർക്ക് ഫെല്ലർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ ചെയ്തത്. അവൻ നമ്മുടെ ശത്രുവാണ്. അവനെ ഇല്ലാതാക്കാൻ നമ്മുടെ ക്ലൗഡ് സെക്ഷൻ സൈന്യത്തെ അയക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ എൽഡർ ബായി പറഞ്ഞതും നേരത്തെ സംസാരിച്ച ആ ചെറുപ്പക്കാരനായ ലീഡറുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് എണീറ്റ് ഉറക്കെ പറഞ്ഞു, സെക്ഷൻ മാസ്റ്റർ, എൽഡർ ബായി പറയുന്നത് വളരെ ന്യായമായ കാര്യമാണ്. ലിയാൻഡർ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. ആ ലിയാൻഡറെ കൊലപ്പെടുത്തിയ ആളെ അവസാനിപ്പിക്കാനായി സേനയെ അയക്കണമെന്നുള്ള എൽഡർ ബായിയുടെ ആവശ്യം ന്യായവുമാണ്. പക്ഷേ എൽഡർ ബായി സേനയെ അയക്കാൻ ആവശ്യപ്പെടുന്നത് മാർക്ക് ഫെല്ലറെ പിടികൂടാനും കൊലപ്പെടുത്താനുമാണ്. ഈ മാർക്ക് ഫെല്ലർ ട്വിലൈറ്റ് എനർജിയുടെ ആക്രമണത്തിന് വിധേയനായ ആളാണെന്നുള്ള ഒരു വാർത്ത ഞാൻ ഇതിനിടയിൽ കേട്ടിരുന്നു. അതുകൂടി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.
ആ ലീഡർ അങ്ങനെ പറഞ്ഞതും അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ വല്ലാത്തൊരു ഇളക്കമുണ്ടായി. സകലരും അമ്പരപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ആ അഭിപ്രായം പറഞ്ഞ ആളെ അത്ഭുതത്തോടെ നോക്കുകയും ചെയ്യുന്ന കണ്ടതും അതുവരെ നിശബ്ദനായിരുന്ന സെക്ഷൻ മാസ്റ്റർ കൈ ഒന്ന് ഉയർത്തി. പെട്ടെന്ന് അവിടെ നിശബ്ദമായി. ഇവിടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. ആ ലിയാൻഡ്രയെ ഇല്ലാതാക്കിയ മാർക്ക് ഫെല്ലർ നമ്മുടെ ക്ലൗഡ് സെക്ഷനിൽ അംഗമാകാൻ ശ്രമിച്ച ആളാണെന്നാണ് ഞാനിപ്പോ കേട്ടിരിക്കുന്നത്. ഏയ് ബായ്, എനിക്ക് അതിനെ വാസ്തവം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് സെക്ഷൻ മാസ്റ്റർ എൽഡർ ബായിയുടെ മുഖത്തേക്ക് നോക്കി. എൽഡർ ബായിക്ക് ആ നോട്ടത്തിന്റെ അർത്ഥം അറിയാം. ഒരു നിമിഷം നിശബ്ദനായി നിന്ന എൽഡർ ബായി വാ തുറക്കാൻ പോയതും സെക്ഷൻ മാസ്റ്റർ എൽഡർ ബായിയോട് പറഞ്ഞു, എന്നോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ശൈലിയിൽ കളവ് പറഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നറിയാമല്ലോ. വളരെ വ്യക്തമാണ് സെക്ഷൻ മാസ്റ്ററെ വാണിംഗ്. ആ വാണിങ്ങിന് ഫലമുണ്ടായെന്ന് എൽഡർ ബായിയുടെ അടുത്ത വാക്കുകൾ സൂചിപ്പിക്കുകയാണ്. സെക്ഷൻ മാസ്റ്റർ, നടന്ന സംഭവങ്ങൾ ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഭൂമിയിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ചെന്ന സമയവും അവിടെ വെച്ച് മാർക്ക് ഫെല്ലർ പരിചയപ്പെട്ടതും റിക്രൂട്ട്മെന്റിന് ഇടയിലുണ്ടായ സംഭവങ്ങളും റിക്രൂട്ട്മെന്റിന് ശേഷം ഇവിടെ ഈ ഹോളി സെക്ഷനിലേക്ക് എത്തിയതും ഇവിടെ നിന്ന് മാർക്ക് ഫെല്ലർ ഓടി രക്ഷപ്പെട്ടതും ഒക്കെ വ്യക്തമായും എൽഡർ ബായി പറഞ്ഞു. കഥകൾ മുഴുവൻ കേട്ട് കഴിഞ്ഞതും ചാടി എണീറ്റത് ഫസ്റ്റ് എൽഡറാണ്. ഏയ് എൽഡർ ബായി, നിന്റെ തോന്നിവാസം കൊണ്ട് നഷ്ടമായിരിക്കുന്നത് ഒരു പ്രതിഭയാണ്. മാർക്ക് ഫെല്ലർ ശരിക്കും ഒരു പ്രതിഭയായിരുന്നു. ആ മാർക്ക് ഫെല്ലറുടെ പ്രതിഭ തിരിച്ചറിയാൻ നിനക്ക് കഴിഞ്ഞില്ല. ഫലത്തിൽ നമുക്ക് വിലപ്പെട്ട അനവധി ജീവനുകൾ നഷ്ടമായി. അതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. എനിക്ക് നഷ്ടമായിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ശിഷ്യനെയാണ്. ആ നഷ്ടം നീ തന്നെ നികത്തണം. അങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് എൽഡർ ഇരുന്നതും സെക്ഷൻ മാസ്റ്റർ എൽഡർ ബായി നോക്കി എൽഡർ ബായിയോട് പറഞ്ഞു, ഇനി കൂടുതൽ ചർച്ചകളുടെ ആവശ്യമില്ല. ഫസ്റ്റ് എൽഡർ പറഞ്ഞതുപോലെ എൽഡർ ബായി, നിങ്ങളുടെ ആ പുതിയ ശിഷ്യനുണ്ടല്ലോ, എന്താ ഒരു പേര്, ഡീസൺ. ആ ഡീസനെ ഫസ്റ്റ് എൽഡർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. സെക്ഷൻ മാസ്റ്റർ, അത് പിന്നെ എങ്ങനെ ശരിയാവും? എന്റെ ഏക ശിഷ്യനാണ് അവൻ. അതിന് മറുപടി ഫസ്റ്റ് എൽഡറാ പറഞ്ഞത്, ഏയ് എൽഡർ ബായി, ആ ഡീസൺ നേടിയ സ്കോർ എത്രയാണെന്ന് നിനക്കറിയാം. 93 ആണ് അവന്റെ സ്കോർ. അത്രയും ഉയർന്ന സ്കോർ നേടിയ ഒരാളെ പരിശീലിപ്പിക്കാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നീ അവന്റെ മാസ്റ്ററായിരുന്നാൽ അവന്റെ വളർച്ച തടസ്സപ്പെടുകയല്ലേ ഉള്ളൂ. അവനെ പരിശീലിപ്പിക്കേണ്ടത് ഞാനല്ലേ? അങ്ങനെ ഫസ്റ്റ് എൽഡർ ചോദിച്ചതും സെക്ഷൻ മാസ്റ്റർ എൽഡർ ബായിയോട് പറഞ്ഞു, ഏയ് എൽഡർ ബായി, ഇനി ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നുമില്ല. ഡീസനെ ഫസ്റ്റ് എൽഡറിന് ഹാൻഡ് ഓവർ ചെയ്യണം. അതിന്റെ മുന്നോടിയായി ഈ നടന്ന കാര്യങ്ങൾ വിശദമായ ഒരു അന്വേഷണത്തിന് വിധേയമാകുകയും വേണം. അങ്ങനെ പറഞ്ഞിട്ട് സെക്ഷൻ മാസ്റ്റർ ഡെപ്യൂട്ടി സെക്ഷൻ ലീഡറെ നോക്കി. അതിന്റെ അർത്ഥം ഡെപ്യൂട്ടി സെക്ഷൻ ലീഡർക്ക് അറിയാം മാർക്ക് ഫെല്ലർ എപ്പിസോഡ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ആരൊക്കെയോ ഒളിച്ചു വെച്ചത് കൊണ്ടാണ് തികച്ചും അപരിചിതനായ ഒരു വ്യക്തിയുമായി ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ശത്രുതയിൽ എത്തിയത്. അതുകൊണ്ട് ഒരു അന്വേഷണം അനിവാര്യമാണ്. അവിടുത്തെ ആ ചർച്ച കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ മുറിയിലേക്ക് നടക്കുന്ന എൽഡർ ബായിയുടെ മനസ്സ് വല്ലാതെ കലുഷിതമാണ്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് അയാൾക്ക് അതീവ ശക്തനായ ജീനിയസ് ആയ ഒരാളെ ശിഷ്യനായി കിട്ടുന്നത്. ഡീസന്റെ പൊട്ടൻഷ്യൽ അൺഇമാജിനബിൾ ആണ്. ഭൂമിയിൽ നിന്ന് ഈ ഹോളി റീജിയനിൽ ഡീസൺ എത്തിയിട്ട് അധികം നാളുകളൊന്നും ആയില്ല. എന്നിട്ടും ഡീസൺ വൻ വളർച്ചയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നേടിയിരിക്കുന്നത്. ഡീസന്റെ വളർച്ച ലിയാൻഡർ നേടിയതിനേക്കാൾ വളരെ വളരെ കൂടുതലാണ്. ഈ രീതിയിൽ ഡീസൺ മുന്നോട്ട് പോയാൽ അധികം സമയം കഴിയുമ്പോൾ ഡീസൺ ആ സദേൺ മേഖലയിലെ ഏറ്റവും ശക്തനായ യോദ്ധാവായി മാറും. ആ സമയത്ത് ഡീസന്റെ മാസ്റ്റർ ആരാണെന്ന് സകലരും തിരക്കും. അത് താനാണ് എന്ന് പറയാൻ ആരാ ആഗ്രഹിക്കാത്തത്? ഫസ്റ്റ് എൽഡറുടെ മനസ്സിലിരിപ്പിനെ കുറിച്ച് എൽഡർ ബായിക്ക് നന്നായിട്ട് അറിയാം. എൽഡർ ബായി അയാളുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ മനസ്സിൽ കണക്കൂട്ടുന്നു അതാണ്, എന്റെ ഡീസനെ സ്വന്തമാക്കാനുള്ള അടവ് അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി, എനിക്കറിയാം എന്ത് വേണമെന്ന്. അയാൾ വല്ലാത്ത കാൽക്കുലേഷനിലാണ്. മുറിയിലെത്തിയ എൽഡർ ബായി അടുത്ത തന്ത്രങ്ങളെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയാണ്. മാർക്ക് ഫെല്ലറും ഈ ഹോളി സെക്ഷനും തമ്മിലുള്ള സ്പർദ്ധ നിലനിന്നാൽ മാത്രമേ അയാൾക്ക് രക്ഷയുള്ളൂ. അന്ന് അവിടെ നടന്ന ചർച്ചയുടെ ഏകദേശ രൂപം എൽഡർ ബായിക്ക് ഇപ്പോൾ അറിയാം. മാർക്ക് ഫെല്ലറുമായിട്ടുള്ള ശത്രുതയിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ എത്തിയത് അബദ്ധവശാലാണ്. ആരുടെയൊക്കെയോ പാകപ്പിഴവ് കൊണ്ട് അങ്ങനൊരു ശത്രുത ഉടലെടുത്തതാണ്. അത് അന്വേഷിച്ച് കണ്ടെത്തി പരിഹരിക്കാന്ന് പറയുമ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ലിയാൻഡറുടെ മരണമൊക്കെ മറന്നിട്ട് മാർക്കുമായി ബന്ധമുണ്ടാക്കാനുള്ള ഒരു സാധ്യത എൽഡർ ബായി മുന്നിൽ കാണുകയാണ്.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ മാർക്ക് ഈ ഹെവൻലി ക്ലൗഡ് സെഷനകത്തെത്തും. അങ്ങനെ മാർക്ക് എത്തുന്ന ദിവസം തൻ്റെ അന്ത്യമായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ എൽഡർബായിക്ക് വേറെ ആളുടെയും സഹായമൊന്നും വേണ്ട. ആ പ്രശ്നത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൽഡർബായി വളരെ ടെൻഷൻ ആവുകയാണ്. ഈ വിവരങ്ങളൊന്നും അറിയാതെ മാർക്ക് ഫെല്ലർ അയാളുടെ ആ കുതിരപ്പുറത്ത് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 3 ദിവസത്തെ നിരന്തരമായ യാത്രയ്ക്കൊടുവിൽ മാർക്ക് ഗൂസ് സിറ്റിക്ക് സമീപമെത്തി. ഏകദേശം 3000-ഓളം കിലോമീറ്റർ മാർക്ക് ആ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് കാണും. ഗൂസ് സിറ്റിക്ക് സമീപെത്തിയ മാർക്ക് ഗൂസ് സിറ്റിയിലേക്ക് കടക്കാതെ ഹണ്ടർ ഓർഗനൈസേഷൻ ലക്ഷ്യമാക്കി അയാളുടെ ആ കുതിരയെ ഓടിച്ചു തുടങ്ങി. ഹണ്ടർ ഓർഗനൈസേഷന്റെ ഭാഗത്തേക്ക് കുറച്ചു ദൂരം മാർക്ക് ആ കുതിരയെ ഓടിച്ചു കാണും. പെട്ടെന്ന് മാർക്ക് കുതിര നിർത്തി. ഹണ്ടർ ഓർഗനൈസേഷനിൽ ഇപ്പോ ചെന്ന് കയറിയാൽ ഒരു വിഷയമുണ്ട്. അവിടെ സഹീറുണ്ട്. സഹീറിന്റെ കയ്യിൽ ആ വെളുത്ത എല്ലുകൊണ്ടുണ്ടാക്കിയ ആയുധം ഇരിപ്പുണ്ട്. അത് ഒരു ഡിവൈൻ വെപ്പണാണ്. ആ ഡിവൈൻ വെപ്പണിന്റെ പവറിനെ തടുക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോ തനിക്കില്ല. അക്കാര്യം മാർക്ക് ഫെല്ലർക്ക് അറിയാം. ഹണ്ടർ ഓർഗനൈസേഷനിലേക്ക് പോയതുകൊണ്ട് കാര്യമില്ല. ഹണ്ടർ ഓർഗനൈസേഷന് സമീപത്ത് വനത്തിൽ എവിടെയെങ്കിലും തങ്ങുന്നതാകും നല്ലത്. അത് ഏത് ഭാഗത്തായിരിക്കണം, അതേക്കുറിച്ച് ഒരു ധാരണയായിട്ട് ഇനി യാത്ര ചെയ്യാം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ കുതിരയെ ഒരു മരത്തിലോട്ട് കെട്ടി. മാർക്ക് ആ മരത്തിനടുത്ത് ഒന്ന് കിടന്നതേ മാർക്കിന് ഓർമ്മയുള്ളൂ. മാർക്ക് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. 3 ദിവസത്തെ നിരന്തരമായ യാത്ര മാർക്കിന് ശരിക്കും ക്ഷീണം വരുത്തിയെന്ന് പറയാം. അതുമാത്രമല്ല, ആ യാത്രയ്ക്ക് മുമ്പ് മാർക്ക് 2 പഞ്ച് ലിയാൻഡറുടെ ബോഡിയിലേക്ക് കൊടുത്തുള്ളെങ്കിലും അതിനു വേണ്ടിയുള്ള മാർക്കിന്റെ ആ തയ്യാറെടുപ്പ് മാർക്കിനെ ശരിക്കും ക്ഷീണിപ്പിച്ചിരുന്നു. നല്ല ഉറക്കത്തിലായിരുന്ന മാർക്ക് ഒരു ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത്. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന മാർക്ക് കാണുന്നത് സാക്ഷാൽ വെൻ ഡാനിയലിനെയും വെൻ എറിക്കിനെയാണ്. ഡാനിയെ എറിക്കിനെ കണ്ട മാർക്ക് അമ്പരപ്പെട അവർ നോക്കുമ്പോൾ എറിക്ക് ഉറക്കെ പറഞ്ഞു, ദാ എന്റെ കുതിര കിട്ടി, എന്റെ കുതിര കിട്ടി, ഡാനി കണ്ടടാ, എന്റെ കുതിര കണ്ട. ഡാനിയും സന്തോഷത്തോടെ മാർക്കിന്റെ അടുത്തേക്ക് ഓടി വരുമ്പോ എറിക്ക് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ എന്റെ കുതിരയുമായി രക്ഷപ്പെടാൻ പോവുകയായിരുന്നോ? ഏയ് എറിക്, എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഞാന് നിന്റെ കുതിരയെ മടക്കി കൊണ്ടുവന്നതല്ലേ. ഏയ് മാർക്ക്, എന്നിട്ടാ നീ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തത്? ഏയ് എറിക്, എനിക്ക് അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ അത്. അത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ചിരിച്ചു. നീ ആ ലിയാന്റെ കാര്യമല്ലേ പറയുന്നത്? ഞങ്ങളും വാർത്ത അറിഞ്ഞു. ഏകദേശം 3000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് ആ ചലഞ്ച് നടന്നെങ്കിലും ആ ചലഞ്ചിനെ കുറിച്ചുള്ള വാർത്ത ഇവിടെ ഗൂസ് സിറ്റിയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഗൂസ് സിറ്റിയിൽ അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കുന്ന ആ വെൻ സഹോദരന്മാർ സ്വാഭാവികമായും ആ വാർത്ത അറിഞ്ഞു. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ജീനിയസ് ആണ് ലിയാൻഡർ. അതുകൊണ്ട് തന്നെ അയാളുടെ മരണം പെട്ടെന്ന് സ്പ്രെഡ് ആവുമല്ലോ. മാർക്ക്, ഇനി എന്താ ഇതിന്റെ പരിപാടി? അങ്ങനെ ഡാനി ചോദിച്ചതും മാർക്ക് ഡാനിയോട് പറഞ്ഞു, ഡാനി, നീ എന്നെ ഒന്ന് സഹായിക്കണം. മാർക്ക്, നിനക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? പറഞ്ഞാൽ മതി. അങ്ങനെ ഡാനി പറഞ്ഞതും മാർക്ക് ഫെല്ലർ അയാളുടെ ആ മാന്ത്രിക നിലവറിൽ നിന്ന് സിസ്റ്റർ ലീക്ക് കൊടുക്കാനായി മാസ്റ്റർ ചെൻ മാർക്കിനെ ഏൽപ്പിച്ച ആ മാപ്പ് പുറത്തെടുത്തു. ശരിക്കും നന്നായി പാക്ക് ചെയ്തിരിക്കുന്ന ആ മാപ്പ് അയാൾ ഡാനിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഡാനി, നീ ഇത് ആ സിസ്റ്റർ ലീയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കണം. സിസ്റ്റർ ലീ എന്ന് കേട്ടപ്പോൾ ഡാനിക്ക് ശരിക്കും സന്തോഷം. എപ്പോ കൊടുത്തു ചോദിച്ചാൽ മതി, അവളെ ഒന്ന് കാണാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഡാനി, എനിക്കതറിയാം, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തന്നത്. പിന്നെ ഡാനി, ഒരു ശ്രദ്ധ വേണേ. ഇപ്പോ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ മാർക്കിനെ തിരക്കി നടക്കാൻ സാധ്യതയുണ്ടെന്ന് മാർക്കിന് അറിയാം. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അകത്ത് നടക്കുന്ന ചർച്ച എന്താണെന്നുള്ള കാര്യം മാർക്കിന് അറിയില്ലല്ലോ. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഒരു പ്രധാനിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവര് ആ വിഷയം വെറുതെ വിടാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് മാർക്ക് ഡാനിയോട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഡാനിയെ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അതിവേഗം അവിടെ നിന്ന് മൂവ് ചെയ്തു. ഡാനി പോയി കഴിഞ്ഞതും മാർക്കും എറിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി ചർച്ച ചെയ്തു തുടങ്ങി. ഇവിടെ ഗൂസ് സിറ്റിയിൽ എറിക്കിനുണ്ടായ വിശേഷങ്ങളൊക്കെ പറയാനാണ് എറിക്കിന് ഭയങ്കര താല്പര്യം. അവൻ ഒരുപാട് പെൺപിള്ളരെ കണ്ടു, അവരുമായി ചുറ്റിയടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവന് പറയാനുള്ളത്. പിന്നെ അവനും ഡാനിയും ചേർന്ന് എത്ര കുപ്പി മദ്യം അകത്താക്കിയെന്നും അവന് പറയാനുണ്ട്. എറിക്ക് പറയുന്നത് വല്ലാത്ത സന്തോഷത്തിലാണ്. ഈ ലോകത്ത് നടക്കുന്ന വേറെ ഒരു കാര്യങ്ങളിലും അവർക്ക് രണ്ടുപേർക്ക് ഒരു താല്പര്യവുമില്ല എന്ന് എറിക്കിന്റെ ആ വാക്കുകൾ കേൾക്കുന്ന മാർക്കിന് ഏതാണ്ട് പൂർണ്ണമായി ഉറപ്പാണ്. മാർക്ക് പുഞ്ചിരിയോടുകൂടി എറിക്ക് പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എറിക്ക് കഥാപ്രസംഗം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം അതിവേഗം അങ്ങനെ പാഞ്ഞു പോവുകയാണ്. ഡാനി പോയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി കാണും. അപ്പോഴാണ് ഡാനി മടങ്ങിയെത്തിയത്. ഡാനി വലിയ സന്തോഷത്തിലാണ്. ഹേയ് മാർക്ക്, അങ്ങനെ ഇന്ന് സിസ്റ്റർ ലീയെ ഞാൻ വീണ്ടും കണ്ടു. അവള് അടിപൊളിയാണ്, ശരിക്കും അവളൊരു സുന്ദരി തന്നെയാണ്. അങ്ങനെ ഡാനി പറഞ്ഞ ആ നിമിഷത്തിൽ അവർക്ക് ചുറ്റുമായി പതുക്കെ പതുക്കെ ആ ഇരുട്ടത്ത് ആളുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ശരിക്കും
ഇരുട്ടത്ത് ആരുടെയും ശ്രദ്ധയപ്പെടാതെയാണ് ഡാനി സിസ്റ്റർ ലീയെ പോയി കണ്ടിട്ട് മടങ്ങിയെത്തിയതെങ്കിലും ഡാനിയുടെ തൊട്ടുപുറകെ ആളുകൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഡാനിക്ക് ചുറ്റുമുള്ള ആ ഇരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അനവധി ആളുകളാണ് അവിടെ അങ്ങ് നിരന്നത്. ഏകദേശം 100ഓളം ആളുകൾ ഡാനിയും എറിക്കിനെയും മാർക്കിനെയും അങ്ങ് വളഞ്ഞു. അവരുടെ മുന്നിൽ നല്ല പൊക്കമുള്ള ഒരു ആർമി ജനറൽ അങ്ങനെ നിൽപ്പുണ്ട്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ യൂണിഫോം സകല ആളുകളിലും കണ്ടതോടുകൂടി മാർക്കിനും ടീമിനും കഥ മനസ്സിലായി. ആ ആർമി ജനറൽ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നിന്നെ ഞങ്ങൾ തേടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്കറിയാം നിനക്ക് ഈ വെൻ സഹോദരന്മാരുമായിട്ടുള്ള ആ ബന്ധം. അതുകൊണ്ട് ഞങ്ങൾ മിസ്റ്റർ ഡാനിയും എറിക്കിനെയും ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ടൗണിൽ വെച്ച് ഇന്ന് യാദൃശ്യവശാൽ ഡാനിയെ കണ്ടു. അങ്ങനെയാ ഞങ്ങൾ ഇവിടെ എത്തിയത്. ആരും കാണാതെ സിസ്റ്റർ ലീയെ പോയി കണ്ടിട്ട് ആ മാപ്പും കൊടുത്ത് ആരെയും ശ്രദ്ധയപ്പെടാതെ മടങ്ങി വരാനായി കർക്കശ നിർദ്ദേശം തന്നെ ഡാനിക്ക് മാർക്ക് കൊടുത്തിരുന്നതാണ്. ആ മിലിറ്ററി ജനറൽ പറഞ്ഞത് കേട്ടതും ഡാനി അറിയാതെ തലയെ കൈവച്ചു പോവുകയാണ്. അവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് സോറി, ഞാൻ സത്യത്തിൽ ഇവരെ കണ്ടിരുന്നില്ല. ഹേയ് ഡാനി, വിട്ടേക്ക്, ഇവരെങ്ങനെയായാലും നമ്മൾ തേടിയെത്തും, അത് ഉറപ്പല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ ഡാനിക്കും അതുപോലെ എറിക്കിനും മുന്നിലേക്ക് കയറി. അത് കണ്ടതും ഡാനിയും എറിക്കും മാർക്കിനെ പുറകോട്ട് പിടിച്ചു മാറ്റിയിട്ട് മാർക്കിന്റെ മുന്നിലേക്ക് കയറി. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഏയ് നിങ്ങൾ ഇപ്പൊ മടങ്ങി പോകുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. അത് കേട്ടതും ആ ആർമി ജനറൽ ഡാനിയോട് പറഞ്ഞു, മിസ്റ്റർ ഡാനി, സോറി, നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടരുത്. ഞങ്ങൾക്ക് വേണ്ടത് മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലറെ കൊണ്ടേ ഞങ്ങൾ പോകും. ഹേയ്, നിങ്ങൾ മാർക്ക് ഫെല്ലറെ തൊടാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആദ്യം തൊടേണ്ടി വരിക ഞങ്ങളെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എറിക്കും ഡാനിയും ഒരുപോലെ മാർക്കിന്റെ മുന്നിലേക്ക് അങ്ങനെ കയറി നിന്നു. ഏയ്, നിങ്ങൾ ഞങ്ങളെ കൊണ്ട് അരുതാത്തത് ചെയ്യിപ്പിക്കരുത്. ആ മൈറ്റി ഫിഗർ അങ്ങനെ പറഞ്ഞതും ഡാനി ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് തൊട്ടു നോക്ക്, അപ്പോ അറിയാം എന്റെ ഗ്രാൻഡ് ഫാദർ ആരാണെന്ന്. ഡാനിയും എറിക്കും സാക്ഷാൽ വെൻലിയുടെ ഗ്രാൻഡ് ചിൽഡ്രൻസ് ആണെന്ന് അറിയാവുന്ന ആള് തന്നെയാണ് ആ മൈറ്റി ഫിഗർ. ആ കാര്യം ഡാനി ഓർപ്പിച്ചതും ആ മൈറ്റി ഫിഗർ അയാളുടെ കൂടെയുള്ള ആളുകളെ നോക്കി. അവന്മാർക്ക് കഥ മനസ്സിലായി. അവർ പെട്ടെന്ന് മുന്നോട്ട് കുതിച്ച് എറിക്കിനെയും ഡാനിയും രണ്ട് വശത്തേക്കായി വലിച്ചു മാറ്റി. ഇപ്പോ മാർക്ക് ഫെല്ലർ അങ്ങനെ നിൽക്കുകയാണ്. മാർക്ക് ഒറ്റയ്ക്കായതും മാർക്കിനെ നോക്കി ആ മൈറ്റ് ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് ഒന്ന് ചിരിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ, നിന്നെ പിടിച്ചു കെട്ടി കൊണ്ടു ചെല്ലാനാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവ്. ആ ഉത്തരവ് നടപ്പിലാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അയാൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് മാർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നേരത്തെ മാർക്ക് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ എംബ്ലമാണ് അവരുടെ ആ യൂണിഫോമിൽ ഉള്ളതെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോ മാർക്കിന് കുറച്ചുകൂടി വ്യക്തത വരികയാണ്. ആ ഇരുട്ട് മാറി ഒരു പ്രകാശം അടിച്ചു തുടങ്ങിയപ്പോൾ മാർക്ക് ഈ ഗൂസ് സിറ്റിയിലെ ആർമിയുടെ യൂണിഫോമാണ് അവിടെ നിന്ന് തിരിച്ചറിഞ്ഞു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ശരിക്കും നക്ഷത്രങ്ങളുടെ എണ്ണത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. അവരുടെ ഹോളി സെക്ഷന്റെ യൂണിഫോമിലും ഗൂസ് സിറ്റിയിലെ യൂണിഫോമിനകത്തും നക്ഷത്രങ്ങൾ ഒരുപാടുണ്ട്. മാർക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ മൈറ്റി വാരിയർ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ഈ നിൽക്കുന്ന 100 ആളുകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് നിനക്ക് ഇവിടുന്ന് കടന്നു പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നീ ആദ്യം സമ്മതിച്ചാൽ നിനക്ക് പരിക്കില്ലാതെ ഞങ്ങൾക്കൊപ്പം സിറ്റി ലോഡിന്റെ അടുത്തേക്ക് വരാം. അതല്ല എതിരിടാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ മാർക്ക്, ഞങ്ങൾക്ക് നിന്നെ തളയ്ക്കേണ്ടി വരും. അതിശക്തരായ 100 യോദ്ധാക്കളെയാണ് ഗൂസ് സിറ്റിയുടെ ആ സിറ്റി ലോഡ് അവിടെ ഇറക്കിയിരിക്കുന്നത്. ആ സിറ്റി ലോഡിന്റെ ആജ്ഞ അതുപോലെ നടപ്പിലാക്കാനായി ആ മൈറ്റ് ലെവൽ വാരിയർ രണ്ടും കൽപ്പിച്ച നിൽക്കുന്നത്. അത് കേട്ടപ്പോ മാർക്ക് അയാളോട് പറഞ്ഞു, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ആ പറച്ചിൽ നല്ല ആത്മവിശ്വാസത്തോടെയാണ്. മാർക്കിന്റെ ആ പറച്ചിൽ കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാം മാർക്കിന് ശരിക്കും ആത്മവിശ്വാസം ഉള്ളത്. അത് കേട്ടതും ആ മൈറ്റി ലെവലുകാരൻ ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ ലിയാൻഡ്രയെ 2 പഞ്ചിൽ അവസാനിപ്പിച്ചു എന്നൊക്കെ ഒരു കരക്കമ്പി ഞാൻ കേട്ടായിരുന്നു. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും നിന്റെ ആ പഞ്ചിങ് പവർ ഞാനൊന്ന് അറിയട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് ഒന്ന് കുതിച്ചു. ശരിക്കും പ്രകാശ വേഗതയിൽ എന്നൊക്കെ നമ്മൾ പറയൂലേ, അതേപോലെയാണ് അയാൾ കുതിച്ചത്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അയാൾ മാർക്ക് ഫെല്ലറുടെ മുന്നിലെത്തി മാർക്കിനെ ആഞ്ഞൊരൊറ്റ ഇടി. അയാളുടെ ഓട്ടം കണ്ടപ്പോൾ തന്നെ അത്തരത്തിലൊരു പഞ്ച് പ്രതീക്ഷിച്ച മാർക്ക് അതിശക്തമായി തിരിച്ചും ഒരൊറ്റ ഇടി. മാർക്ക് ഫെല്ലറുടെ കൈയും ആ മൈറ്റി ലെവൽ വാരിയറുടെ കൈയും തമ്മിൽ അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ആ രാത്രിയിൽ അവിടെ തീപ്പൊരികൾ ചിതറിയെന്ന് തന്നെ പറയാം. ശരിക്കും ഒരു സ്ഫോടനം അവിടെ ഉണ്ടായി. 2 പേരും ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറി.
ആ മൈറ്റി ലെവലുകാരൻ അല്പം പുറകോട്ട് മാറിയിട്ട് അയാളുടെ കയ്യിൽ നിന്ന് നോക്കി. കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. മാർക്ക്, എന്റെ ഈ കൈ ഉരുക്കിന്റെ കൈയാണെന്നാണ് സാധാരണ എല്ലാവരും പറയുക. പക്ഷേ എന്റെ കയ്യിൽ ക്ഷതമേൽപ്പിക്കാൻ നിനക്ക് പറ്റിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ മാർക്ക്. എനിക്കറിയാം നിനക്ക് സ്പിരിച്വൽ എനർജി ഇല്ലാന്ന്. അതുകൊണ്ട് ഇനി നമുക്ക് സ്പിരിച്വൽ എനർജി വെച്ചൊരു കളി കളിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ വലത് കൈ ഒന്ന് ഉയർത്തിയതും ആ കൈയിൽ ഒരു തീഗോളം അതിവേഗം പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും അയാളുടെ ഇന്റേണൽ എനർജി മുഴുവൻ ആ ഗോളത്തിലേക്ക് സ്വരൂപിച്ചിരിക്കുകയാണ്. ആ ഗോളത്തിന്റെ പ്രകാശം കാണുന്ന ഏതൊരാൾക്കും ആ ഇന്റേണൽ എനർജിയുടെ പവർ ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകും. നല്ല തിളയ്ക്കുന്ന ഒരു സൂര്യനെ കയ്യിൽ അയാൾ എടുത്തു പിടിച്ചതുപോലെയാണ് ആർക്കും തോന്നുക. ആ കാഴ്ച കണ്ട എറിക്കും ഡാനിയും ഏതാണ്ട് ഞെട്ടി തന്നെ പറയാം. സ്വാഭാവികമായും മാർക്ക് ഫെൽഡും ആ കാഴ്ച കണ്ടു. മാർക്ക് ഉടൻ തന്നെ 5th ലെവൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. ആ ഗോളത്തെ തടുക്കാൻ തന്റെ പരമാവധി പവർ ഉപയോഗിക്കണമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മാർക്കിന് മനസ്സിലായി. ആ ഗോളം ശരിക്കും പവർഫുൾ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ആ ഗോളം ആ മൈറ്റി ഫിഗറുകാരന്റെ കയ്യിലിരിക്കുകയാണ്. മുന്നോട്ട് കുതിക്കുന്ന അയാളുടെ ആ കയ്യിലിരിക്കുന്ന ബോൾ ശരിക്കും കറങ്ങുന്നുണ്ട്. മാർക്ക് ഫെല്ലറിൽ നിന്ന് ഏകദേശം ഒരു 7 അടി അടുത്തെത്തിയപ്പോ അയാൾ ആ ബോൾ അതിശക്തമായി മാർക്കിനെതിരെ ഒരൊറ്റ പഞ്ച്, ഏതാണ്ട് ഷോർട്ട് പുട്ട് എറിയും പോലെ അയാൾ ആ പന്ത് മാർക്കിനെതിരെ ഒരൊറ്റ എറി. ആ പന്ത് മാർക്കിന്റെ പുറത്തിടിച്ചാൽ മാർക്ക് അവിടെ അവസാനിക്കുമെന്ന് വ്യക്തമാണ്. ആ നിമിഷത്തിലാണ് തന്നെ പിടിച്ചിരിക്കുന്ന ആളുകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഡാനി ഓടി മാർക്കിന്റെ മുന്നിലേക്ക് വന്നത്. ആ നിമിഷത്തിലാണ് തന്നെ പിടിച്ചിരിക്കുന്ന ആളുകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഡാനി മുന്നിലേക്ക് കുതിച്ചത്. മാർക്ക് ഫെല്ലറുടെ പുറത്ത് ആ ഗോളം വീണാൽ മാർക്ക് ഫെല്ലർ അവസാനിക്കുമെന്ന് അറിയാവുന്ന ഡാനി മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും മുന്നോട്ട് കുതിച്ചത്. മാർക്ക് ഫെല്ലർ ആണെങ്കിൽ തന്റെ പൂർണ്ണ ശക്തിയും കയ്യിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്ന ആ നിമിഷത്തിൽ ഡാനി മാർക്കിന്റെ തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഈ കാഴ്ച ആ മൈറ്റി ഫിഗർ കണ്ടു. അയാളുടെ കയ്യിൽ നിന്ന് ആ പന്തങ്ങ് പോവുകയും ചെയ്തു. ഇത് ആ പന്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് സാക്ഷാൽ വെൻ ഡാനിയാണ് നിൽക്കുന്നത്. ഡാനിയുടെ പുറത്ത് ആ പന്ത് തട്ടിയാൽ ആ നിമിഷം ഡാനി അവസാനിക്കും. ഡാനി അവസാനിച്ചാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഒരു സംഹാര താണ്ഡവമായിരിക്കുമെന്ന് പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ആ മൈറ്റി ഫിഗറും കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കുകയാണ്. പിന്നെ സംഭവിക്കുന്നതൊക്കെ വെല്ലി മുഖാന്തരമായിരിക്കും. വെല്ലിയുടെ ആ ചെറുമകന്റെ നെഞ്ചിലേക്ക് ആ ഗോളം ഇടിച്ചു കയറുമെന്ന് തോന്നിയ ആ നിമിഷത്തിൽ മാർക്ക് സർവശക്തിയും എടുത്ത് ഡാനിയെ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ ഡാനിക്കും ആ പ്രകാശിക്കുന്ന ബോളിനുമിടയിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആ രൂപം ഒറ്റ കൈകൊണ്ട് ആ ബോളിനെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. ആ രൂപത്തെ കണ്ട് എറിക്കാണ് ഉറക്കെ വിളിച്ചത്, ഗ്രാൻഡ് ഫാദർ എത്തിയേ, ഗ്രാൻഡ് ഫാദർ എത്തിയേ. തൊട്ടു മുന്നിൽ ഗ്രാൻഡ് ഫാദറെ കണ്ടതും ഡാനിയും പറഞ്ഞു, ഗ്രാൻഡ് ഫാദർ. ശബ്ദം കേട്ട് വെള്ളി തിരിഞ്ഞ് ഡാനിയെ നോക്കി. ഡാനി, നീ പേടിക്കണ്ട. അങ്ങനെ വെള്ളി പറയുമ്പോൾ തൊട്ടു മുന്നിൽ തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു രംഗം അരങ്ങേറുകയാണ്. സാക്ഷാൽ ആ മൈറ്റി ഫിഗർ തറയിൽ മുട്ടുകുത്തി തല തറയിൽ തൊട്ടിരിക്കുകയാണ്. തങ്ങളുടെ ലീഡർ മുട്ടുകുത്തി തറയിൽ തല തൊട്ടപ്പോ അയാളുടെ കൂടെയുള്ള ആ 100 ആളുകളും അത് ആ നിമിഷം തന്നെ അനുകരിച്ചു. അവരും മുട്ട് തറയിൽ കുത്തി തല തറയിൽ തൊട്ടു. അവർക്ക് തൊടാൻ കഴിയുന്ന ഒരാളല്ല വെള്ളി. തന്റെ മുന്നിൽ മുട്ടുകുത്തിക്കുന്ന ആളുകൾ നോക്കി വെള്ളി അവരോട് ചോദിച്ചു, ഏയ്, എന്റെ ചെറുമകനെ തൊടാനുള്ള ധൈര്യം നിനക്കൊക്കെ എങ്ങനെയാ ഉണ്ടായത്? അത് കേട്ടതും മുട്ടുകുത്തി തറയിൽ തല കുമ്പിട്ട് നിൽക്കുന്ന ആ മൈറ്റി ഫിഗർ തല ഉയർത്തി വെല്ലിയോട് പറഞ്ഞു, മാസ്റ്റർ വെല്ലി, ക്ഷമിക്കണം. ഞങ്ങൾ ഒരിക്കലും അങ്ങയുടെ ചെറുമകനെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ ആക്രമണം ആ മാർക്കിന് നേരെയായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡാനിയുടെ പുറകിൽ നിൽക്കുന്ന മാർക്കിനെ അയാൾ ചൂണ്ടിക്കാണിച്ചതും ഡാനി ഉറക്കെ അവന്റെ ഗ്രാൻഡ് പായോട് പറഞ്ഞു, ഗ്രാൻഡ് പാ, ഈ മാർക്ക് ഞങ്ങളുടെ സുഹൃത്താണ്. മാർക്കും ഞങ്ങൾ ഒന്നിച്ചു വരുമ്പോഴാണ് യവന്മാർ ഞങ്ങളെ ആക്രമിച്ചത്. ഡാനി കഥ വ്യക്തമാക്കിയതും വെല്ലി ആ മുട്ടുകുത്തിക്കുന്ന ആളുകളോട് പറഞ്ഞു, നോക്ക്, സംഭവിച്ചത് സംഭവിച്ചു. നിങ്ങൾ ഈ നിമിഷം ഇവിടുന്ന് സ്ഥലം വിട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ ഞാൻ തിരിച്ചു നൽകും. അതല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ എനിക്ക് ഒരു കൂട്ടക്കൊല നടത്തേണ്ടി വരും. വെള്ളിയുടെ വാക്കുകൾക്ക് വല്ലാത്ത വ്യക്തതയുണ്ട്. അത് കേട്ടതും ആ മൈറ്റി ഫിഗർ പറഞ്ഞു, മാസ്റ്റർ വെല്ലി, ഞങ്ങളോട് ക്ഷമിക്കണം. സിറ്റിലോട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മാർക്ക് ഫെല്ലറുമായി മടങ്ങി ചെല്ലണമെന്നാണ്. മാർക്ക് ഫെല്ലർ ഇല്ലാതെ ഞങ്ങൾ മടങ്ങി ചെന്നാൽ അദ്ദേഹം ഞങ്ങളെ കൊല്ലും. ഓഹോ, അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് ഞാനായിട്ട് ഒഴിവാക്കി തരാം.
ഞാൻ തന്നെ നിങ്ങളെല്ലാവരെയും അങ്ങ് കൊല്ലാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റി ലോർഡിനെ ഫേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ടാവില്ല. വെല്ലി വളരെ വളരെ വ്യക്തമായിട്ടാണ് ആ അഭിപ്രായം പറഞ്ഞത്. അത് കേട്ടതും ആ സിറ്റി ലോർഡിന്റെ സേനാനായകൻ വെല്ലി നോക്കി തൊഴുതിട്ട് അദ്ദേഹത്തോടായി പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങൾ ഇപ്പൊ പിന്മാറാം. പറഞ്ഞൊന്നു മാത്രമല്ല, അതിവേഗതയിൽ അവന്മാർ ആ ഇരുട്ടത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. സിറ്റി ലോർഡിന്റെ ആളുകളൊക്കെ അവിടെ നിന്ന് പിന്മാറിയതും വെൻ ഡാനിയും വെൻ എറിക്കും അവരുടെ ഗ്രാൻഡ് ഫാദർക്ക് നേരെ തിരിഞ്ഞു. ഗ്രാൻഡ് പാ, ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ, മറക്കരുത്, നമ്മുടെ ബെറ്റ് ഓർമ്മയുണ്ടല്ലോ. ഹേയ്, നിങ്ങൾ തോക്കൂടാ. അങ്ങനെ വെൻലി പറഞ്ഞതും അയാളുടെ ഇമേജ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഈ രംഗങ്ങളൊക്കെ വല്ലാത്ത കൗതുകത്തോടെ കണ്ടു നിൽക്കുകയാണ് മാർക്ക് ഫെല്ലർ. വെൻലി അപ്രത്യക്ഷമായതും വെൻ ഡാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് വാ, നമ്മുടെ കൂടെ വാ. എങ്ങോട്ടെന്നോ? ഞങ്ങളുടെ വീട്ടിലേക്ക്. മാർക്ക്, നിന്നെ ഒരാളും ശല്യം ചെയ്യില്ല. ഞങ്ങളുടെ ഗ്രാൻഡ് പാ അത്ര ശക്തനാണ്. വെൻലിയുടെ ഒരു പ്രൊജക്റ്റഡ് രൂപമാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ നേരത്തെ കണ്ടത്. ആ പ്രൊജക്റ്റഡ് രൂപം ഗൂ സിറ്റിയിലെ ആ മൈറ്റി ഫിഗേഴ്സിന് ഉണ്ടാക്കിയ ആ ഞെട്ടൽ മാർക്ക് നേരിൽ കണ്ടതാണ്. ഈ വെൻലി ഒരു സംഭവം തന്നെ. വെൻലിയെ കുറിച്ച് ആദ്യമായി മാർക്കിനോട് സൂചിപ്പിക്കുന്നത് ഗെവിൻ ഗില്ലാണ്. മാർക്കിന്റെ കമാൻഡറായി മാർക്കിനൊപ്പം ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് എപ്പോഴും ചെല്ലുന്ന അതേ ഗെവിൻ വെൻലിയെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം ഇപ്പോ മാർക്കിന്റെ മനസ്സിലുണ്ട്. വെൻലിയെ തൊട്ട് കളിക്കാൻ ഹെവൻലി ക്ലൗഡ് പോലും ഒന്ന് മടിക്കുമെന്നാണ് അന്ന് ഗെവിൻ ഗില്ല് മാർക്കിനോട് പറഞ്ഞത്. നേരിൽ കണ്ടപ്പോ മാർക്കിന് ഏതാണ്ട് അത് ബോധ്യമാവുകയും ചെയ്തു. മാർക്ക് ഫെല്ലറും വെൻ ഡാനിയും വെൻ എറിക്കും കൂടി അവരുടെ വസതിയിലേക്ക് തിരിച്ചു. മാർക്കിന് എന്തായാലും ഒളിക്കാൻ ഒരു സ്ഥലം കൂടിയേ തീരൂ. അത് ഈ ഡാനി എറിക് സഹോദരന്മാരുടെ കൂടെയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് മാർക്ക് അവർക്കൊപ്പം അവരുടെ വസതിയിലേക്ക് വരുന്നത്. അവരുടെ വസതിയിലേക്ക് മാർക്കും ഡാനിയും എറിക്കും എത്തുമ്പോൾ മാർക്ക് ശരിക്കും അമ്പരപ്പോടെ ആ കുന്നിൻ മുകളിലേക്ക് നോക്കി പോവുകയാണ്. അതിമനോഹരമായ ഒരു മലയിൽ കൊട്ടാരത്തിനെ തോൽപ്പിക്കുന്ന ശൈലിയിൽ ഒരു കൂറ്റൻ പാലസ്. അതാണ് ആ വെൻ സഹോദരന്മാരുടെ വസതി. മാർക്ക് വല്ലാത്ത കൗതുകത്തോടെ ആ വസതിയിലേക്ക് നോക്കുന്ന കണ്ടതും എറിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാണ് ഞങ്ങളുടെ വസതി. ഇതിനു മുന്നിൽ ആ സിറ്റി ലോർഡിന്റെ വസതി ഒന്നുമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിനക്ക് ശരിക്കും സംശയം ഉണ്ടായിരുന്നല്ലേ? അതെ, ഞാനും മാർക്കിനെ ശ്രദ്ധിച്ചിരുന്നു. മാർക്ക് ഞങ്ങൾ പുളു പറയുന്ന കരുതിയത്. ഡാനി എറിക്കിന്റെ ആ വാദത്തെ അംഗീകരിച്ചുകൊണ്ട് കൂടെ പറയുമ്പോഴേക്കും അവര് ആ വീട്ടിലേക്ക് കടന്നു. ആ വീട്ടിൽ ഒരുപാട് ഭൃത്യന്മാരൊക്കെ ഉണ്ട്. അതിമനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ കൊട്ടാരത്തിൽ ഇല്ലാത്തത് ഒന്നുമില്ല എന്ന് പറയാം. മാർക്ക് ആ വസതി മുഴുവൻ നടന്നു കണ്ടു. അവിടെ ട്രെയിനിങ് കൊടുക്കാനുള്ള ഫെസിലിറ്റി കണ്ടതും മാർക്ക് ഡാനിയോട് ചോദിച്ചു, അല്ല ഡാനി, ഇതെന്താ ഇങ്ങനെ? ഹേയ് മാർക്ക്, അത് ഗ്രാൻഡ്പയുടെ ഒരു തമാശയാണ്. ഗ്രാൻഡ്പയ്ക്ക് കൂടെ ആളുകളെ ശിഷ്യന്മാരാക്കാൻ ഒരു താല്പര്യമൊക്കെ തോന്നും. അങ്ങനെ ആളുകളെ എടുക്കും. അവർക്ക് ഗ്രാൻഡ്പ പരിശീലനം കൊടുത്തു തുടങ്ങും. പക്ഷെ ഗ്രാൻഡ്പയുടെ കണ്ടീഷൻസ് പാലിക്കാൻ പറ്റാതെ അവന്മാരൊക്കെ ഒന്നുകിൽ ചത്തുവും ഇല്ലെങ്കിൽ ജീവനും കൊണ്ട് രക്ഷപ്പെടും. വെൻലിയുടെ ആ 2 ഗ്രാൻഡ് സൺസും മാർഷൽ ആർട്സുമായി ബന്ധമില്ലാത്ത ആളുകളായതുകൊണ്ട് അവന്മാർ ഒരു തരത്തിലും മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യില്ല. അതുകൊണ്ടായിരിക്കാം വെൻലി പുറത്തുനിന്ന് ആളുകളെ എടുത്ത് പരിശീലിപ്പിക്കുന്നത്. മാർക്കിന് കഥ കേട്ടപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. മാർക്ക് ആ ഭാഗത്ത് നോക്കി നിൽക്കുമ്പോൾ ഡാനി മാർക്കിനെ വിളിച്ചു, മാർക്ക്, എന്തിനാ നോക്കി നിൽക്കുന്നത്? ബാ, ഞാൻ ഒരുപാട് ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, നമുക്ക് ഡ്രസ്സ് ധരിക്കണം. എന്തിന്? മാർക്ക്, അപ്പോ ഇവിടേക്ക് വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? ഇല്ല, എന്താ? മാർക്ക്, നാളെ അല്ലേ ഫ്ലവേഴ്സ് ഡേയോ? ഫ്ലവേഴ്സ് ഡേ എന്ന് കേട്ടിട്ടില്ലേ? പൂക്കളൊക്കെ ഉള്ള ആ സുന്ദരമായ ദിവസം. ഡാനി പറയുന്നത് എന്താണെന്ന് മാർക്കിനെ കൊണ്ട് മനസ്സിലായില്ല. പക്ഷേ എറിക്ക് ഒരേ ചിരി. മാർക്ക്, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ല? ഇവൻ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഈ നാട്ടിലെ സുന്ദരിമാരെയാണ്. സുന്ദരികളായ സുന്ദരികളൊക്കെയും നാളെ ഇവിടെ ഈ ഫ്ലവർ ഷോ കാണാനായി ഒഴുകിയെത്തും. അവിടെ അവർക്കിടയിൽ കയറി അടിച്ചു പൊളിക്കാൻ വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2 ദിവസം കഴിഞ്ഞ് ഡാനിയും എറിക്കും ആ വസതിയിൽ എത്തിയാൽ മതിയായിരുന്നു. അതിനു മുമ്പേ അവർ വന്നത് ഈ ഫ്ലവർ ഷോയെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ്. ഫ്ലവർ ഷോയ്ക്ക് ഒരുപാട് ആളുകൾ വരുമെന്ന് അവർക്കറിയാം. ആ വരുന്നവരിൽ ഒരുപാട് പേർ സുന്ദരികളാണ്. മാർക്ക് അത് കേട്ടപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാം. മാർക്ക്, അതൊന്നും ശരിയാകില്ല, നീ വരണം. മാർക്ക്, നിനക്ക് എന്റെ അത്ര സൗന്ദര്യമില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാലും നിന്നെയും പെൺപിള്ളേരൊക്കെ നോക്കും. നീ ഒരു ചെറുപ്പക്കാരനല്ലേ, പെൺകുട്ടികൾ നോക്കുമ്പോ അതൊക്കെ ഒരു സുഖമില്ലടാ, ബാ നമുക്ക് പോവാം. അങ്ങനെ ഡാനി നിർബന്ധിച്ചപ്പോ എറിക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പേടിക്കണ്ട, ഇതൊക്കെ ഒരു രസമായി കണ്ടാൽ മതി. എന്തായാലും മാർക്ക്, ഞങ്ങൾ കുറെ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, ആ ഡ്രസ്സൊക്കെ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ആ രാത്രി ഏതാണ്ട് അങ്ങനെ അങ്ങ് പോയെന്ന് പറയാം. ഡാനിയും എറിക്കും ഒരുപാട് ഡ്രസ്സുകളാണ് വാങ്ങിയത്.
ആ ഡ്രസ്സുകൾ ഓരോന്നും അവർ ഇട്ട് നോക്കും, കണ്ണാടിയുടെ മുന്നിൽ നിൽക്കും, എന്നിട്ട് ഒരു അഭിപ്രായം പറയും. ആ അഭിപ്രായത്തിനനുസരിച്ച് പിന്നെ അത് മാറ്റും. ഡാനിയെ ഇട്ടുകൊണ്ട് വരുമ്പോൾ കൊള്ളൂലെന്ന് എറിക്കും, ഇട്ടുകൊണ്ട് വരുമ്പോൾ കൊള്ളൂലെന്ന് ഡാനിയും. ഇതാണ് അവരുടെ അഭിപ്രായത്തിന്റെ രീതി. മാർക്ക് ഇതിനിടയിൽ ഒരു ഡ്രസ്സ് എടുത്തു. മാർക്ക് ആ ഡ്രസ്സ് ഇട്ട് വന്നപ്പോ ഡാനിയും എറിക്കും മാർക്കിനെ തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഏയ് മാർക്ക്, നീ ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണല്ലോ. നിനക്ക് ഈ ഡ്രസ്സൊക്കെ നന്നായി ചേരും. നീ സത്യമായിട്ടും ഇത്തരം ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾക്കിപ്പോ ഇറങ്ങിയാൽ ആരെങ്കിലുമൊക്കെ നിന്നെ നോക്കും. ഞങ്ങളെ നോക്കുന്ന പൊമ്പിളർ ചിലപ്പോ നിന്നെ നോക്കിയെന്ന് വരാം, എന്നാലും നീ മോശമൊന്നും അല്ല. ഡാനി യഥാർത്ഥത്തിൽ ഒരു അടിപൊളി സുന്ദരനാണ്. ഡാനിക്ക് അതിൻ്റെതായ ഒരു ആത്മവിശ്വാസവും ഉണ്ട്. പക്ഷെ രണ്ടുപേരും ഉള്ളിലൊന്നും വെച്ച് പറയുന്നതല്ല. രണ്ടുപേരും അവർക്ക് തോന്നുന്ന കാര്യം അപ്പപ്പോ പറയുന്ന ആളുകളാണ്. പിറ്റേന്ന് നേരം വെളുത്ത് ഏകദേശം ഒരു 10 മണി ആയപ്പോഴാണ് ആ മോർ സംഘം എണീറ്റത്. തലേദിവസം രാത്രി ആ ഡ്രസ് ഇട്ടതിന് ശേഷം ശരിക്കും അവിടെ ഒരു വെള്ളമടി മത്സരം നടന്നു എന്ന് തന്നെ പറയാം. ഡാനിയും എറിക്കും വെള്ളമടിയിൽ മാർക്കിനെ അപേക്ഷിച്ച് ഒരുപാട് മുന്നിലാണെന്ന് മാർക്കിന് മുന്നിൽ തെളിയിക്കാനായി അവരങ്ങ് ഇഷ്ടംപോലെ കുടിക്കുകയായിരുന്നു. മാർക്ക് അവർക്കൊപ്പം എത്തില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ കെട്ടൊക്കെ ഇളകി ഒന്ന് റെഡിയാകുമ്പോഴേക്കും ഏകദേശം ഉച്ചയായെന്ന് കണ്ടതും ഡാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഇന്നത്തെ ഭക്ഷണം ആ ഫ്ലവർ ഷോ നടക്കുന്നിടത്തുനിന്ന് കഴിക്കാം. അവിടെ ഒരുപാട് റെസ്റ്റോറന്റിൽ കാണും. അതുമാത്രമല്ല, വെറുതെ നമ്മൾ മൂന്നും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴല്ലല്ലോ രസം. നല്ല സുന്ദരിമാരൊക്കെ നമ്മുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുമ്പോൾ അതല്ലേ രസം. ഡാനി വീണ്ടും ആ വിഷയത്തിലേക്ക് സംഭാഷണം കൊണ്ടുവന്നതും ഇറയ്ക്ക് ചിരി തുടങ്ങി. മാർക്ക്, നീ ഇവന്റെ ഈ ഡയലോഗുകളൊന്നും വീണുപോയത്. ഇവ ഇങ്ങനെയാണ്, ഇവൻ രക്ഷപ്പെടത്തില്ല. അങ്ങനെ എറിക്ക് പറഞ്ഞതും ഡാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ഉള്ളത് പറയും, പക്ഷെ ഇവനാള് മഹാ കുഴപ്പക്കാരനാണ്. നീ നോക്കിക്കോ, കാണാൻ പോകുന്ന പൂരം നിനക്ക് കണ്ടറിയാം. എന്തായാലും മാർക്ക് അവരോടൊന്നിച്ച് ഫ്ലവർ ഷോ കാണാനായി അവിടെ നിന്ന് ഇറങ്ങി. അവര് ആ ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ ശരിക്കും മാർക്ക് ആ ഫ്ലവർ ഷോ നടക്കുന്ന മലയിലേക്ക് അങ്ങനെ അങ്ങ് നോക്കി നിന്നു പോവുകയാണ്. ആ മല അതിമനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു എന്ന് പറയാം. തട്ടുകളായി പൂക്കൾ അങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. മാർക്ക് വാ പൊളിച്ച് ആ വിഷ്വലിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടതും എറിക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ മൗണ്ടനിൽ നടക്കുന്ന ഫ്ലവർ ഷോ ശരിക്കും ആസ്വാദികരമാണ്. ഈ മലയിൽ ഇപ്പൊ കാണുന്ന ഈ ചെടികളുണ്ടല്ലോ, ഈ ചെടികളൊക്കെ 10 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്നവയാണ്. അതുകൊണ്ടാണ് 10 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഫ്ലവർ ഷോയ്ക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തുന്നത്. ഇറയ്ക്ക് ആ ഫ്ലവർ ഷോയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ മാർക്കിന് പിന്നെ കൗതുകം കൂടുകയാണ്. ആ ഫ്ലവർ ഷോയ്ക്ക് മാർക്ക് എത്തുന്നവരെയും ഒരു തമാശയായിട്ട് മാത്രമാണ് മാർക്ക് ഈ സംഭവത്തേക്ക് കണ്ടത്. പക്ഷേ ആ ഫ്ലവർ ഷോ നടക്കുന്ന വിശാലമായ ആ മലയിലേക്കും അതിന്റെ സമീപ സ്ഥലങ്ങളിലേക്കും മാർക്ക് നടന്നു തുടങ്ങിയപ്പോൾ മാർക്കിന്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു കുളിർമ കിട്ടുകയാണ്. പല രീതിയിലുമുള്ള ഫ്ലവേഴ്സിന്റെ വൻ ശേഖരമാണ് അവിടെ ഉള്ളത്. ആ ഫ്ലവേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയും ശരിക്കും ആകർഷണീയമാണ്. ആയിരക്കണക്കിന് വ്യത്യസ്തങ്ങളായ ഇനങ്ങളിലുള്ള പൂക്കളുടെ ഒരു മഹാസാഗരം തന്നെ ആ മലയ്ക്ക് ചുറ്റും ഉണ്ടെന്ന് പറയാം. അവരങ്ങനെ ആ ഫ്ലവേഴ്സ് നോക്കി അടക്കുമ്പോൾ ഡാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ചിലപ്പോ യുണീക് ഡാൻസും ഇവിടെ എത്തിയേക്കും. യുണീക് ഡാൻസോ? ആ മാർക്ക്, അങ്ങനെ ഒരാളുണ്ട്. യുണീക് ഡാൻസ് നീ പരിചയപ്പെടേണ്ട ആളാണ്. യുണീക് ഡാൻസ് എന്ന പേര് മാർക്ക് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ആ പേര് മാർക്കിനോട് പറഞ്ഞത് ഗെവിൻ ഗില്ല് തന്നെയാണ്, ഹണ്ടർ ഓർഗനൈസേഷനിലെ ആ കമാൻഡർ. വെൻലിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു യുണീക് ഡാൻസ് എന്നാണ് അന്ന് ഗെവിൻ ഗില്ല് മാർക്കിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ യുണീക് ഡാൻസിനെ കുറിച്ച് ഡാനി പറഞ്ഞപ്പോൾ മാർക്കിന് വല്ലാത്തൊരു കൗതുകം തോന്നി. മാർക്ക് കൗതുകത്തോടെ ഡാനിയോട് ചോദിച്ചു, ഏയ് ഡാനി, ഉറപ്പായും യുണീക് ഡാൻസ് വരുമോ? ഏയ് മാർക്ക്, വരാതവിടെ പോവാൻ അവരിവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും, ഉറപ്പായി വരും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് മുന്നോട്ട് നടക്കുമ്പോൾ അനവധി സുന്ദരികളെ ഡാനി കണ്ടു തുടങ്ങി. സുന്ദരികളെ കാണുന്നതും ഡാനി അവരുടെ അടുത്തേക്ക് ചെല്ലും. അവരെ കണ്ടുടൻ ഡാനി അവരോട് പറയും, എന്റെ ഗ്രാൻഡ് ഫാദർ മാസ്റ്റർ വെൻലിയാണ്, എന്റെ പേര് ഡാനി എന്നാണ്. വെൻലി എന്ന മാസ്റ്ററുടെ ചെറുമകനാണ് ഡാനി എന്ന് കേൾക്കുന്നതോടുകൂടി ആ യുവതികളുടെ അപ്രോച്ച് അങ്ങ് മാറും. അവര് വല്ലാത്ത ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഡാനിയോട് ഇടപെടുകയും ചെയ്യും. ഡാനി അവരോട് കുറച്ച് പഞ്ചാരയൊക്കെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങും. അവിടെയും ഡാനി പറയുന്നത് അതേ വാചകമാണ്, ഞാൻ വെൻ ഡാനി, എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് മാസ്റ്റർ വെൻലി. കേൾക്കേണ്ട താമസം അവിടെയുള്ള പെൺകുട്ടികളുടെ ആ മൈൻഡ് സെറ്റ് അങ്ങ് മാറും. ഇത് കണ്ടപ്പോ മാർക്കിന് വല്ലാത്തൊരു കൗതുകം. കൊള്ളാം, അപ്പൂപ്പന്റെ പേര് പറഞ്ഞ് പെമ്പിളരെ കമ്പനി അടിക്കുന്ന ഒരാളെ മാർക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാർക്കിന് അറിയാതെ ചിരി വരികയാണ്. മാർക്കും എറിക്കും ഡാനിക്കൊപ്പം അങ്ങനെ നടക്കുകയാണ്.
എറിക്കും ഇതിനിടയിൽ അനവധി പെമ്പിളരെ പരിചയപ്പെടുന്ന പെമ്പിളരുടെ പുറത്തേക്ക് ഒന്ന് തട്ടുക, എന്തെങ്കിലുമൊക്കെ കുശല അന്വേഷണങ്ങൾ നടത്തുക, ഇത്രേ അവരുടെ പരിപാടിയുള്ളൂ. എന്തായാലും രണ്ടുപേരും ശരിക്കും ജോളിയാണ്. മാർക്ക് അവരെ കുറിച്ച് ആലോചിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ്. ഈ കാഴ്ച കുറച്ച് മാറി നിൽക്കുന്ന ചെറുപ്പക്കാർ കണ്ടു. അവന്മാർക്ക് മുട്ടി നോക്കാൻ ബുദ്ധിമുട്ടുള്ള പെമ്പിള്ളരെ പോലും ഡാനിയും എറിക്കും വളരെ വേഗം വീഴ്ത്തുന്ന കാഴ്ച അവന്മാർക്ക് ലേശൊരു അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് അവന്മാരുടെ മുഖഭാവം വിളിച്ചു പറയുകയാണ്. ഏയ്, ആ വെൻ സഹോദരന്മാരെ കണ്ട അവന്മാർ ആ പെൺകുട്ടികളുടെ ഇടയിൽ കിടന്ന് കസർന്ന് കണ്ട അവർക്കിട്ട് ഒന്ന് പറ്റിക്കണ്ടേ? ആ ആൺകുട്ടികളുടെ കൂട്ടത്തിലെ ഒരു ചെറുപ്പക്കാരൻ ആ ചോദ്യം ചോദിച്ചതും അവരുടെ ലീഡർ എന്ന് തോന്നുന്ന ഒരാൾ ആ കാഴ്ചയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അയാൾ പറഞ്ഞു, അതെ അതെ, യവന്മാർക്ക് ഒന്ന് പറ്റിക്കണം. അവന്മാര് നമ്മുടെ ഗ്രാൻഡ് ഫാദറുടെ പേര് പറഞ്ഞിട്ട് ഈ ഓളൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് പിടിതരാത്ത പെമ്പിളരൊക്കെ അവന്മാരുടെ അടുത്ത് വലിയ സൗഹൃദത്തിൽ പെരുമാറുകയാണ്. അവന്റെ ഗ്രാൻഡ് ഫാദറുടെ ആ പേരാണ് അവൻ ഉപയോഗിക്കുന്നത്. അവന്റെ ഈ പരിപാടി അങ്ങനെ അങ്ങ് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ ചെറുപ്പക്കാർ അക്കാര്യം പറഞ്ഞ് ഒരു ധാരണയായതും അവന്മാർ പതുക്കെ അവരിയ്ക്കുന്ന സ്ഥലത്ത് എണീറ്റ് നേരെ ഡാനിയുടെയും എറിക്കിന്റെയും മുന്നിലെത്തി. ഡാനിയെ കണ്ടതും യൂജിൻ ഡാനിയെ അഭിസംബോധന ചെയ്തു. ഏയ് ഡാനി, എന്താ ഇവിടെ? ഏയ് യൂജിൻ, അതെന്ത് ചോദ്യം? ഇത് ഫ്ലവർ ഷോ അല്ലേ? ഫ്ലവർ ഷോയിൽ വരുന്ന ആളുകളോട് എന്താ ഇവിടെ എന്തിനാ ചോദിക്കുന്നത്? ഏയ് ഡാനി, നീ നിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേരൊക്കെ പറഞ്ഞ് പെമ്പിള്ളറുമായിട്ട് കമ്പനി അടിക്കുന്നുണ്ടോ? എന്താടാ ഇത്? എവിടെ പോകുമ്പോഴും ഗ്രാൻഡ് ഫാദറെ കൊണ്ട് നടക്കണം. നിനക്ക് നട്ടല്ലെന്ന് പറഞ്ഞ സാധനം ഇല്ലടാ. യൂജിന്റെ ഡയറക്റ്റായ ചോദ്യം സ്വാഭാവികമായിട്ടും ഡാനിയെ ഒന്ന് ചൊടിപ്പിച്ചു. ഡാനി ദേഷ്യത്തോടെ യൂജിനെ നോക്കിയിട്ട് യൂജിനോട് പറഞ്ഞു, ഏയ് യൂജിൻ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിനക്ക് എന്റെ ഗ്രാൻഡ് ഫാദറുടെ തല്ല് ഞാൻ വാങ്ങിച്ചു തരണോ? ഹോ, പിന്നെയും ഗ്രാൻഡ് ഫാദർ. ഇടാ, ആണാണെങ്കിൽ നേർക്ക് നേർ ഏറ്റുമുട്ട്, അല്ലാതെ അപ്പൂപ്പനെ വിളിച്ചോണ്ടെന്ന് അടിയുണ്ടാക്കുന്നത് ഒരു ആണിനും ചേർന്നല്ല. ഇടാ ഡാനി, നീ എന്തിനാ മീശ വെച്ചിരിക്കുന്നത്? അതൊക്കെ പുഴുതു കള, നിനക്ക് അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അത് യൂജിനൊപ്പമുള്ള വേറൊരു ചെറുപ്പക്കാരന്റെ കമന്റാണ്. അത് കേട്ടതും ആ ചെറുപ്പക്കാരെല്ലാം കൂടെ പൊട്ടിച്ചിരിക്കാനും തുടങ്ങി. ഡാനി ഏതാണ്ട് ഉരുകി തുടങ്ങി. ശരിക്കും അവന് വല്ലാത്ത ദേഷ്യം വരികയാണ്. അത് കണ്ടതും എറിക്ക് അവരോട് പറഞ്ഞു, ഏയ്, ഞങ്ങളുടെ കളിക്കാൻ നിൽക്കരുത്. ഞങ്ങളുടെ കളിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും. ഓ, അടുത്തവൻ വന്നല്ലോ. ഇടാ, നിന്നെയൊക്കെ ആരെങ്കിലും ആണുങ്ങളായി കൂട്ടിയിട്ടുണ്ടോ? ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ കറങ്ങി നടക്കാനല്ലാതെ ആണുങ്ങളുള്ളിടത്ത് നിങ്ങൾ ആരെങ്കിലും വരുമോ? ഛേ, ആണുങ്ങൾക്ക് തന്നെ നാണക്കേടാണ് നീയും നിന്റെ ആ സഹോദരനും. എറിക്കിനോടായി ആ ചെറുപ്പക്കാരിൽ ഒരുത്തിന് അങ്ങനെ പറഞ്ഞതും ഡാനിക്ക് ശരിക്കും ദേഷ്യമായി. ഡാനി മുന്നോട്ടൊന്ന് നീങ്ങി. യൂജിൻ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഹോ, നിനക്ക് ദേഷ്യം വരുമോ? അതെന്തൊരു ദേഷ്യടേ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. യൂജിൻ വീണ്ടും ഡാനിയെ കളിയാക്കുകയാണ്. ഡാനിക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. പക്ഷേ എതിരെ നിൽക്കുന്ന കക്ഷികളൊക്കെ അതിശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. ഡാനിയാണെങ്കിൽ അങ്ങനെ വലുതായിട്ടൊന്നും മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തിട്ടേ ഇല്ല. അല്പസ്വല്പം അടിയും തടയൊക്കെ ഡാനിക്ക് അറിയാം. അതിനപ്പുറത്തേക്ക് ഡാനി ആ കപ്പാസിറ്റി വളർത്തിയെടുത്തിട്ടില്ല. ഡാനി ദേഷ്യം കൊണ്ട് വിറയ്ക്കുമ്പോൾ യൂജിൻ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ചു. അവൻ ഡാനിയുടെ കവിളിൽ ഒറ്റ കുത്ത്. ഹേ, ഇട നോക്കണേ, ഇവന്റെ കവിള് വെറും പൂ പോലെ ഇരിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവൻ മറ്റേ കൈ കൊണ്ട് ഡാനിയുടെ മറ്റേ കവിളൊരു കുത്ത്. ഒരുപാട് സുന്ദരികൾ നോക്കി നിൽക്കുമ്പോൾ ഡാനിയുടെ ഇരു കവിളിലും അങ്ങനെ യൂജിൻ കുത്തിയതും ഡാനിയുടെ സകല നിയന്ത്രണവും കൈവിട്ടു. ഡാനി കൈവീശി ഒരു ഒറ്റ ഇടി. ഡാനി സർവശക്തിയും എടുത്തിട്ടാണ് യൂജിനെ ആഞ്ഞിടിച്ചത്. യൂജിനെ ഡാനി അങ്ങനെ ആഞ്ഞിടിക്കുമ്പോൾ യൂജിൻ ഡാനി ഇടിക്കുന്ന കണ്ടു. പക്ഷെ യൂജിൻ അത് തടുക്കാനൊന്നും പോയില്ല. ഡാനിയുടെ കൈ യൂജിന്റെ നെഞ്ചിൽ പതിച്ചതും ശരിക്കും രസകരമായ ഒരു സംഭവം ഉണ്ടായി. യൂജിന്റെ നെഞ്ചിലേക്ക് ഡാനി ആഞ്ഞിടിച്ചതും തെറിച്ചത് ഡാനിയാണ്. യൂജിൻ ഡാനിയെ തൊട്ടതുപോലുമില്ല. ഒരു വലിയ ഉരുക്കിൽ ഒരാൾ ഇടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പുറകോട്ട് തള്ളപ്പെടുമല്ലോ, അതുപോലെ ഡാനി ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് തള്ളപ്പെട്ടു. ഡാനിയുടെ കൈയാണെങ്കിൽ നന്നായി വേദനിക്കുന്നുണ്ട്. അത് കണ്ടതും യൂജിനൊപ്പമുള്ള ആളുകൾ ഒരേ ചിരി. ഇവൻ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലുമെന്നാ തോന്നുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുമ്പോൾ ആ ചിരിയിൽ അവിടെ ഉണ്ടായിരുന്ന സുന്ദരികളും പങ്കെടുത്തു. ശരിക്കും ആ സുന്ദരികളുടെ ചിരി ഡാനിയെയും അതുപോലെ എറിക്കിനെയും വല്ലാതെ അസ്വസ്ഥരാക്കുകയാണ്. സാധാരണഗതിയിൽ അവർക്കൊപ്പം കളിച്ച് ചിരിച്ച് നിൽക്കുന്ന ആളുകളാണ് ആ സുന്ദരിമാർ. പക്ഷെ ഇവിടെ മറ്റൊരു സാഹചര്യത്തിൽ സകല സുന്ദരികളും അവരെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടപ്പോൾ ഡാനിയും എറിക്കും ഭൂമി വളർന്ന് അപ്രത്യക്ഷമായാൽ കൊള്ളാമെന്ന് മൈൻഡ് സെറ്റിലേക്ക് കടക്കുകയാണ്. ആ നിമിഷത്തിലാണ് ഡാനിയുടെയും എറിക്കിന്റെ ഇടയിൽ കൂടി മാർക്ക് ഫെല്ലർ നടന്ന് മുന്നിലേക്ക് വന്നത്. മാർക്ക് ഫെല്ലർ മുന്നിലേക്ക് വന്നതും യൂജിനൊപ്പമുള്ള ചെറുപ്പക്കാരൻ മാർക്കിനെ കണ്ടു. അയാള് ചിരിച്ചുകൊണ്ട് മാർക്കിനെ ഒന്ന് അളന്നു നോക്കുകയാണ്. ഹേയ്, ഇതാരുടെ ഒരു പുതിയ അവതാരം? ഓ, നീയും യവമാരെ പോലെ
സുന്ദര കോവളനായി ഇറങ്ങിയിരിക്കുകയാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ മാർക്കിന്റെ മുന്നിലേക്ക് വന്നു. ഏയ്, എന്താ വേണ്ടേ? അത് കേട്ടതും മാർക്ക് അവനോട് പറഞ്ഞു, നിങ്ങൾ ഡാനിയോടും എറിക്കിനോടും മാപ്പ് പറയണം. മാർക്കിന്റെ ആ വാചകം കേട്ടതും ആ ചെറുപ്പക്കാർ ഒന്നടങ്കം ഒരൊറ്റ ചിരി. ശരിക്കും അവൻ അറിയാതെ ചിരിച്ചു പോയതാണ്. കൊള്ളാം, എന്തിനാ നമ്മൾ മാപ്പ് പറയണമെന്നോ? കൊള്ളാമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മാർക്കിന്റെ മുന്നിലേക്ക് കയറി നിന്നു. മാർക്ക് ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, നോക്ക്, നിങ്ങള് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ തല്ലേണ്ടി വരും. എന്നെ തല്ലുവന്നോ? എന്നാ പിന്നെ തല്ലിക്കോ, ഞാൻ കൈയിട്ട് നിന്ന് തരാം, ഞാൻ തല്ലും. അതെന്താ, നീ തല്ലിക്കോന്ന്? അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും മാർക്ക് ഫെല്ലർ കൈയെന്ന് ഉയർത്തി ഒരു അടി അടിച്ചത് ആ ചെറുപ്പക്കാരന്റെ കവിളിലാണ്. പക്ഷേ അവിടെ ഒരു സംഭവം ഉണ്ടായി. ആ അടി ആ ചെറുപ്പക്കാരന്റെ കവിളിൽ പതിഞ്ഞതും അവന്റെ തല അങ്ങ് ചിതറി. തികച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ തല ചിതറിയപ്പോ ആ തലയിൽ നിന്ന് തെറിച്ച രക്തവും മാംസവും ഒക്കെ ആ കൂടി നിന്ന് ചെറുപ്പക്കാരുടെ പുറത്തു വീണു. ആ കാഴ്ച കണ്ട യൂജിൻ ശരിക്കും വിറച്ചു. വെറും ഒരു തമാശയായിട്ട് മാത്രം യൂജിനും കൂട്ടരും തുടങ്ങി വെച്ച സംഭവം ഇപ്പോ ഈ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ട ഡാനിയും എറിക്കും ഓടി വന്ന് മാർക്കിന്റെ ഇടതും വലതുമായി നിന്നു. അവര് മുന്നിൽ നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു, ഇനി ആർക്കാ തല്ലു വേണ്ടത്? ഡാനി അത് ചോദിച്ചതും എറിക്ക് അത് ആവർത്തിക്കണം. അതെ അതെ, ഇനി ആർക്കാ തല്ലു വേണ്ടത്? ഡാനിയും എറിക്കും ഒരേ ചോദ്യം ആവർത്തിച്ചപ്പോ യൂജിൻ അവരോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ എന്തിനാ അവരെ കൊന്നത്? മാർക്കിനെ നോക്കിയാണ് യൂജിൻ ആ ചോദ്യം ചോദിച്ചത്. അത് കേട്ടതും മാർക്ക് യൂജിനോട് പറഞ്ഞു, അവനല്ലേ പറഞ്ഞത് അവനെ അടിക്കാൻ? മാർക്കിന്റെ ആ ചോദ്യത്തിൽ എല്ലാം ഉണ്ട്. മാർക്കിനോട് അടിക്കാൻ പറഞ്ഞ ആളെ മാത്രമേ മാർക്ക് അടിച്ചിട്ടുള്ളൂ. ആ അടി തടിക്കാൻ അവന് പറ്റാത്തത് അവന്റെ കുഴപ്പം കൊണ്ടാണ്. മാർക്കിന്റെ വാക്കുകളിൽ എല്ലാം ഉണ്ട്. ഈ സമയത്ത് ആരോ ഒരാൾ ഉറക്കെ പറഞ്ഞു, ഏയ്, അത് മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലർ എന്ന പേര് പലരും ഇപ്പോ അറിയും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആ ലിയാൻഡറെ വെറും 2 ഇടിക്ക് കൊലപ്പെടുത്തിയ മാർക്ക് ഫെല്ലറെ അറിയാത്തവർ ആ സ്ഥലത്ത് ആരുമില്ല എന്ന് തന്നെ പറയാം. മാർക്ക് ഫെല്ലർ എന്ന് കേട്ടതും പെട്ടെന്ന് യൂജിനും കൂടുള്ളവരും ഒന്ന് വിറച്ചു. അക്ഷരാർത്ഥത്തിൽ ദേഹം മുഴുവൻ വിറച്ചുപോയ യൂജിനും കൂട്ടരും പെട്ടെന്ന് മാർക്കിനെ നോക്കി തൊഴുതു. ക്ഷമിക്കണം, ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. അത് കേട്ടതും മാർക്ക് അവരോട് പറഞ്ഞു, ഇത് ഡാനി, ഇത് എറിക്. മേലാൽ ഇവരെ ഏതെങ്കിലും ശൈലിയിൽ നിങ്ങൾ ശല്യം ചെയ്തതായിട്ട് അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ മാപ്പ് പറയാൻ നിങ്ങൾ ഉണ്ടാവില്ല. മാർക്ക് ഫെല്ലറുടെ ആ വാക്കുകൾക്ക് വല്ലാത്തൊരു പ്രസക്തി ഉണ്ടെന്ന് ഈ രംഗം വീക്ഷിക്കുന്ന സകലർക്കും അറിയാം. സകലരും സ്തംഭിച്ചങ്ങ് നിൽക്കുമ്പോൾ യൂജിൻ മാർക്കിനോട് പറഞ്ഞു, ഞങ്ങൾ ഇനി ഒരിക്കലും ഈ വെൻ സഹോദരന്മാരെ ശല്യം ചെയ്യില്ല. വെൻ സഹോദരന്മാർക്കൊപ്പം എപ്പോഴും അവരുടെ ഗ്രാൻഡ്പ വെൻലി ഉണ്ടാകാറില്ല. പക്ഷേ മാർക്ക് ഫെല്ലർ അവർക്കൊപ്പം ഉണ്ടെങ്കിൽ വെൻലിക്ക് പകരം ആളായി. ആ യാഥാർത്ഥ്യം ഇപ്പോ യൂജിനും കൂട്ടരും തിരിച്ചറിയുകയാണ്. മാർക്ക് ഫെല്ലർ യൂജിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഡാനിയോട് പറഞ്ഞു, നമുക്ക് നടക്കാം. ഡാനിയും എറിക്കും ഇപ്പോ മാർക്കിനെ ഇടതും വലതുമായി നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഡാനി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, താങ്ക് യു. എറിക്കും ഉടൻ പറഞ്ഞു, താങ്ക് യു മാർക്ക്. ഏയ്, എന്താ ഇത്? നിങ്ങൾ എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത്? മാർക്ക്, ശരിക്കും ഞങ്ങൾ ഇന്ന് അപമാനിക്കപ്പെട്ടതാണ്. മാർക്കാണ് ഞങ്ങളുടെ അഭിമാനം ഞങ്ങൾക്ക് തിരിച്ചു നൽകിയത്. ഞങ്ങൾ ഒരിക്കലും ഇത് മറക്കില്ല. ആ 2 ചെറുപ്പക്കാർക്കും മാർക്കിനോട് ശരിക്കൊരു ഇഷ്ടം ആ നിമിഷം തോന്നുകയാണ്. ഇതുവരെ ഒരു കളിത്തമാശയായിട്ട് അവർ മാർക്കുമായി നടന്നുവെങ്കിലും ആ നിമിഷം മുതൽ മാർക്ക് അവരുടെ ഹൃദയത്തിന്റെ ഭാഗമായെന്ന് അവന്മാരുടെ ആ കണ്ണുകൾ നോക്കുന്ന ആർക്കും അറിയാം. ആ മൂർസംഘ അങ്ങനെ മുന്നേറുമ്പോൾ കുറച്ച് സുന്ദരികളായ യുവതികൾ അതുവഴി വരുന്നത് ഡാനിയും എറിക്കും കണ്ടു. അടുത്ത നിമിഷത്തിൽ മാർക്ക് കാണുന്നത് ആ 2 ചെറുപ്പക്കാരും ആ സുന്ദരികളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുന്നതാണ്. അവർ പഴയ ഡയലോഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങള് ആരെന്നറിയാവോ എന്നുള്ള ആ ചോദ്യം കേൾക്കുമ്പോഴേ മാർക്കിന് ബാക്കി എന്താണ് പറയാൻ പോകുന്നത് അറിയാം. മാർക്ക് ചിരിച്ചുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. മാർക്ക് അങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ശബ്ദം. ഏയ്, എന്തിനാ വഴി കയറിയിരിക്കുന്നത്? ശബ്ദം കേട്ട് മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം ഒരു 5 അടി പൊക്കമുള്ള ഒരു സുന്ദരി മാർക്കിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവള് മാർക്കിനോട് പറഞ്ഞു, ഏയ്, എന്തിനാ എന്റെ വഴി കയറിയിരിക്കുന്നത്? വഴി കയറി ഞാൻ നിന്നോ? നിങ്ങൾ എന്റെ പുറകെ വന്നതല്ലേ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ധിക്കാരം പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഒരൊറ്റ ചാട്ടം. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലായില്ല. പക്ഷേ അടുത്ത നിമിഷത്തിൽ മാർക്ക് സ്വയം അറിയുകയാണ് എന്താണ് സംഭവിച്ചതെന്ന്. ആ പെൺകുട്ടി മാർക്കിന്റെ ഷോൾഡറിൽ ഇരിപ്പുണ്ട്. 2 വശത്ത് കാലിട്ട് അവള് ഗമയിൽ ഇരിക്കുകയാണ്. അവള് മാർക്കിനോട് പറഞ്ഞു, ഏയ്, നീ ഇനി മുതൽ എന്റെ കുഷനാണ്, എന്നെ കൊണ്ട് മുന്നോട്ട് നടക്ക്. മാർക്ക് അവരൊന്ന് കുലുക്കി, ഏയ്, ഇറങ്ങ,
ഇതെന്താ കാണിക്കുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് കുലുക്കിയതും ആ പെൺകുട്ടി മാർക്കിന്റെ ഷോൾഡറിൽ ഒന്ന് കൈവച്ചു. മാർക്കിന്റെ ഷോൾഡറിൽ ആ പെൺകുട്ടി കൈവച്ചതും മാർക്കിന്റെ പുറത്ത് ശരിക്കും ഒരു പ്രഷർ അനുഭവപ്പെട്ടു. മാർക്കിന് എന്താണ് സംഭവിച്ചെന്ന് ഒരു പിടിയില്ല. എന്നാലും ആ പെൺകുട്ടി പറഞ്ഞനുസരിച്ച് മാർക്ക് മുന്നോട്ട് നടന്നു തുടങ്ങി. ആ പെൺകുട്ടി മാർക്കിന്റെ പുറത്ത് അങ്ങനെ സുഖമായി ഇരുന്ന് മാർക്കിനെ കൊണ്ട് നടത്തിക്കുകയാണ്. മാർക്ക് അങ്ങനെ നടന്നു പോകുമ്പോൾ അവള് അവിടെ കാണുന്ന പൂക്കളൊക്കെ നോക്കുന്നു, പോകുന്ന ആളുകളെയൊക്കെ നോക്കുന്നു, അങ്ങനെ ചിരിച്ചെങ്ങനെ പോവുകയാണ്. അല്പദൂരം നടന്നപ്പോ പെട്ടെന്നാണ് എറിക് ഓടി അവിടെ മുന്നിലെത്തിയത്. ഹേയ് ആന്റി, ആന്റി ഇത് എപ്പോഴാണ് എത്തിയത്? മാർക്കിനും ആ പെൺകുട്ടിക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് എറിക്ക് അങ്ങനെ വിളിച്ചതും മാർക്ക് വല്ലാത്ത അമ്പരപ്പോടെ എറിക്കിനെ ഒന്ന് നോക്കിപ്പോയി. മാർക്കിന് ആളെ മനസ്സിലായില്ലേ? ഇതാണ് യുണീക് ഡാൻസ്. യുണീക് ഡാൻസ് എന്ന് മാർക്ക് കേട്ടിട്ടുണ്ട്. നേരത്തെ ഡാനിയും എറിക്കും മാർക്കിനോട് പറയുകയും ചെയ്തു ഈ ഫ്ലവർ ഷോ കാണാനായി യുണീക് ഡാൻസ് വരുമെന്ന്. യുണീക് ഡാൻസ് വെള്ളിക്കൊപ്പം നിൽക്കുന്ന അതിശക്തിയായ മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം നേരത്തെ ഗെവിൻ ഗില്ല് മാർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങളും ഒന്ന് കൂട്ടി യോജിപ്പിച്ചപ്പോഴും മാർക്കിനൊരു സംശയം. കാരണം മാർക്കിന്റെ ഷോൾഡറിൽ ഇരിക്കുന്ന ആള് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. എന്നാൽ അതേ സമയത്ത് എറിക്ക് വിളിക്കുന്നത് ആന്റി എന്നാണ്. ആന്റി എന്ന് വിളിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രായം ഒരുപാട് കാണണമല്ലോ. മാർക്ക് കൺഫ്യൂഷനോട് നിൽക്കുന്ന കണ്ടതും എറിക്ക് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, ആന്റിയെ കണ്ടാൽ പ്രായം ഒട്ടും തോന്നത്തില്ല. എറിക്ക് അത്രയും പറയുമ്പോഴേക്കും ഡാനിയും ഓടി അവിടെ എത്തി. ഡാനി യുണീക് ഡാൻസിനെ കണ്ടതും യുണീക് ഡാൻസിനോട് പറഞ്ഞു, ആന്റി ഇത് എപ്പോഴാണ് വന്നത്? നിങ്ങൾ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? ഞാനും എന്റെ കുഷന്റെ പുറത്ത് കയറി ഇവിടേക്ക് ഒന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ മാർക്കിനോട് പറഞ്ഞു നടക്ക. മാർക്ക് പതുക്കെ നടന്നു തുടങ്ങി. ഇപ്പോ മാർക്കിന് കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. താൻ ഷോൾഡറിൽ എടുത്തിരിക്കുന്നത് സകലരും വല്ലാത്ത ഭയത്തോടെ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കണ്ടാൽ ഒരു പെൺകുട്ടിയുടെ ലുക്കാണെങ്കിലും അവർ യഥാർത്ഥത്തിൽ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് അവരെ കൊണ്ട് നടക്കുന്നത്. കുറെ ദൂരമൊക്കെ നടന്ന് കറങ്ങി കഴിഞ്ഞപ്പോൾ ആ യുണീക് ഡാൻസ് ഡാനിയോട് പറഞ്ഞു, ഡാനി നമുക്ക് വല്ലതും കഴിക്കാം. ഏതാനും നിമിഷം കഴിഞ്ഞതും ആ ടീം ഒരു റെസ്റ്റോറൻറ്റിലെത്തിയതും യുണീക് ഡാൻസ് മാർക്കിന്റെ തോളിൽ നിന്ന് താഴത്തേക്ക് ചാടി. തോളിലേക്ക് ചാടിക്കയറി അതേപോലെ തന്നെ എളുപ്പത്തിലാണ് അവര് തോളിൽ നിന്ന് താഴേക്ക് ചാടുന്നത്. ഇപ്പോഴാണ് മാർക്ക് ആ സ്ത്രീയെ ശരിക്കും നന്നായി കാണുന്നത്. ഏകദേശം 5 അടിയോളം പൊക്കമുള്ള സുന്ദരി, അങ്ങനെ അവരെ വിളിക്കാൻ പറ്റും. അവര് മാർക്കിന്റെ തൊട്ടടുത്തുള്ള സീറ്റിലാണ് ഇരുന്നത്. മാർക്ക് ഡാനി എറിക്കിനെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഈ കുഷൻ തന്നെ കൊള്ളാം. ആന്റി ഇത് മാർക്ക് ഫെല്ലർ. മാർക്കിപ്പോ ഞങ്ങൾക്ക് ഒപ്പമാണ് താമസം. ആന്റി ഞങ്ങളുടെ ഒപ്പം വീട്ടിലേക്ക് വരുന്ന. അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവിടെ വെയിറ്റർ എത്തി. ആ വെയിറ്റർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം യുണീക് ഡാൻസ് അവരോട് പറഞ്ഞു, ഞാനും വരാം. ആന്റി വാ ആന്റി, നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ അവിടെ സാധനങ്ങളുണ്ട്. അവര് സാധനം എന്ന് പറയുന്നത് ഉറപ്പായും മദ്യമാണെന്ന് കേട്ടപ്പോഴേ മാർക്കിനറിയാം. ആ ടേബിളിൽ ഇതിനിടയിൽ ഭക്ഷണം വന്നു തുടങ്ങി. അടിപൊളി വിഭവങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വിഭവങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് കാലമായെന്ന് തോന്നുന്ന ശൈലിയിലാണ് യുണീക് ഡാൻസ് ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. ഇത്രയും ഭക്ഷണം ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റുമോന്ന് അവര് കഴിക്കുന്ന കണ്ടപ്പോൾ മാർക്കിന് എന്ന് സംശയം തോന്നി. മാർക്കിനും നല്ല വിശപ്പുണ്ടായിരുന്നു. മാർക്കും നന്നായി കഴിച്ചു. ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് ഡാനിയും എറിക്കും ആ മേശ ശരിക്കും സജീവമാക്കി. രാത്രിയോടടുപ്പിച്ച് ആ ടീം വെള്ളിയുടെ വസതിയിൽ മടങ്ങിയെത്തി. ആ രാത്രിയിൽ അവിടെ ഒരു മദ്യ സൽക്കാരം തന്നെ നടന്നു എന്ന് പറയാം. മദ്യപിക്കുന്നതിൽ ഈ യുണീക് ഡാൻസ് ആരുടെയും പിന്നിലല്ല എന്ന് തെളിയിക്കുന്ന ശൈലിയിലായിരുന്നു അവരുടെ മദ്യപാനം. മാർക്ക് ഈ കാഴ്ചയൊക്കെ കണ്ട് അമ്പരം നിൽക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഒരു ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഡാനിയും അതുപോലെ എറിക്കും ഓടി വാതിൽക്കിലേക്ക് ചെന്നു. മാർക്കും കൂടെ ചെന്നു. വാതിൽ തുറന്നതും അകത്തേക്ക് കയറിയ മനുഷ്യനെ കണ്ടപ്പോൾ മാർക്ക് അറിയാതെ പറഞ്ഞു പോവുകയാണ്, മാസ്റ്റർ വെൻലി. അകത്തേക്ക് കയറാൻ പോയതും ഡാനിയും എറിക്കും ഒരുമിച്ച് പറഞ്ഞു, ഗ്രാൻഡ്പാ തോറ്റു. ഗ്രാൻഡ്പാ എടുക്ക്. നിങ്ങൾ എന്നെ തോപ്പിച്ചല്ലേ കള്ളന്മാർ. എന്തായാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ 2 ചെറുമക്കൾക്കും അയാളുടെ കാർഡിൽ നിന്ന് ഓരോ മില്യൺ സ്പിരിറ്റ് കോയിൻ വീതം ട്രാൻസ്ഫർ ചെയ്തു. തോൽക്കുന്ന ആള് മറ്റേ 2 പേർക്കും ഓരോ മില്യൺ സ്പിരിറ്റ് കോയിൻ കൊടുക്കണമെന്നാണ് നേരത്തെയുള്ള കണ്ടീഷൻ. ആദ്യം മടങ്ങിയെത്തുന്ന 2 പേർക്കും അവസാനം മടങ്ങിയെത്തുന്ന ആള് പണം കൊടുക്കണം. അതായിരുന്നു അവരുടെ കണ്ടീഷൻ. ഇവിടെ 2 ദിവസം മുമ്പേ ഡാനിയും എറിക്കും മടങ്ങിയെത്തിയിരിക്കുകയാണ്. അവരുടെ ആ തമാശ ഒരു വല്ലാത്ത രസം തന്നെ. ഗ്രാൻഡ്പയ്ക്ക് പറ്റിയ ചെറുമക്കൾക്ക് പറ്റിയ ഗ്രാൻഡ്പ. അങ്ങനെ ഒരു തോന്നലാണ് മാർക്കിന് ആ കാഴ്ച ഉണ്ടാക്കിയത്. മാർക്കിനെ ഡാനി വെൻലിക്ക് പരിചയപ്പെടുത്തി. ഗ്രാൻഡ്പ ഇതാണ് മാർക്ക് ഫെല്ലർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ലിയാൻഡ്രെ കൊലപ്പെടുത്തിയായിരുന്നു. അതുവരെ ഈ സംഭാഷണത്തിൽ പങ്കുകൊള്ളാതിരുന്ന യുണീക് ഡാൻസും വെൻലിയും
ലേശ കൗതുകത്തോടെ മാർക്കിനൊന്ന് നോക്കി. ഹേയ് ചെറുപ്പക്കാരാ, നീ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. യൂണിക് ഡാൻസ് അത് പറഞ്ഞതും വെൻലി യൂണിക് ഡാൻസോട് പറഞ്ഞു, ഹേയ് ജൂ, എൻ്റെ മക്കൾ എൻ്റെ ചെറുമക്കൾ ആദ്യമായിട്ട് ഒരു നല്ല കാര്യം ചെയ്തതാണ്. കൊള്ളാവുന്ന ഒരാളെ ഇവിടേക്ക് കൊണ്ടുവന്നു. വെൻലി വല്ലാത്ത കൗതുകത്തോടെയാണ് മാർക്കിനെ നോക്കുന്നത്. അയാൾ പെട്ടെന്ന് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിന്റെ സ്പിരിച്വൽ എനർജിക്ക് എന്ത് പറ്റി? മാസ്റ്റർ, ഞാൻ ട്വിലൈറ്റ് എനർജിയുടെ ആക്രമണത്തിൽ പെട്ടുപോയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ മാർക്ക് ഫെല്ലർ വെൻലിയോട് പറഞ്ഞു. മാർക്ക് പറയുന്ന കഥ വെൻലിയും ജൂവും ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ്. കഥ കേട്ട് കഴിഞ്ഞതും ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് കൂടുതൽ ടെൻഷനൊന്നും അടിക്കണ്ട. സമയമാകുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവും. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെൻലി മാർക്കിനോട് പറഞ്ഞു, അതെ, യൂണിക് ഡാൻസ് പറഞ്ഞതാണ് ശരി. സമയമാകുമ്പോൾ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. നീ ടെൻഷനൊന്നും അടിക്കണ്ട. അന്നേ ദിവസം ശരിക്കും ആഹ്ലാദത്തിൻ്റെതായ ഒരു ദിവസമായിരുന്നു. വെൻലിയും ജൂവും മാർക്കും ഡാനിയും എറിക്കും ഒറ്റ ടീമായി മാറിയ അവസ്ഥ. ആ രാത്രിയിൽ അവരവിടെ അടിച്ചു പൊളിച്ചു എന്ന് പറയാം. നേരം പുലർന്നപ്പോൾ വെൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഒന്ന് നടന്നാലോ? മാർക്ക് ഫെല്ലർ വെൻലിക്കൊപ്പം അവരുടെ ആ പൂന്തോട്ടത്തൂടെ അങ്ങനെ നടന്നു തുടങ്ങി. കുറെ ദൂരം മാർക്ക് വെൻലിക്കൊപ്പം നടന്നു കാണും. നടന്ന് അവര് ഒരു മരത്തിന്റെ ചുവട്ടിലെത്തി. വളരെ വിശാലമായ ഒരു പുൽത്തകിടി ആ മരത്തിന് ചുറ്റുമുണ്ട്. ആ മരത്തിന്റെ അടുത്തെത്തിയതും വെൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എൻ്റെ ഗ്രാൻഡ് സൺസ് രണ്ടുപേരും ഉപയോഗമില്ലാത്ത ആളുകളായി പോയല്ലേ? ഹേയ് മാസ്റ്റർ, അങ്ങനെ പറയരുത്. അവർ രണ്ടുപേരും ശരിക്കും നല്ല ആളുകളാണ്. മനസ്സുകൊണ്ട് അവരെ പോലെ നന്മയുള്ള ആളുകൾ ഈ ലോകത്ത് വേറെ കാണില്ല. അവര് മാർഷൽ ആർട്ടിസ്റ്റുകൾ അല്ല എന്നേ ഉള്ളൂ. ഈ ലോകത്ത് എല്ലാവരും മാർഷൽ ആർട്ടിസ്റ്റ് ആകത്തില്ലല്ലോ. അവർക്ക് അവരുടേതായ പാത, അതിൽ അവര് ആരുടെയും പിന്നിലാകില്ല. തൻ്റെ ചെറുമക്കളെ കുറിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ നല്ല വാക്ക് പറയുന്നത് വെൻലി കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ വെൻലിയുടെ കണ്ണ് ഒന്ന് നനഞ്ഞു. മാർക്ക് താൻ കരയുന്നത് കാണണ്ട എന്ന് തീരുമാനിച്ച വെൻലി ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞിട്ട് കണ്ണു തുടച്ച് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും നിന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും ഞാൻ വിചാരിച്ചതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. മാർക്ക്, നിനക്കറിയാമല്ലോ, ഞാനൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്. എൻ്റെ രണ്ട് ചെറുമക്കൾക്കും ഈ ആയോധന വിദ്യയിലോ അഭ്യാസത്തിലോ താല്പര്യമൊന്നുമില്ല. മാർഷൽ ആർട്സ് അവർ ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ്. പക്ഷെ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും പകർന്നു കൊടുക്കണ്ടേ? അതിന് എനിക്ക് ഒരാളെ ശിഷ്യനായി വേണം. മാർക്ക്, നിന്നെ കണ്ടപ്പോൾ നിന്നെ എന്നെ ശിഷ്യനാക്കിയാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹം. വെറും ശിഷ്യനല്ല, എൻ്റെ ഈ സാമ്രാജ്യം മുഴുവൻ ഞാൻ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശിഷ്യൻ. അങ്ങനെ ഒരാളായിട്ട് നിന്നെ കാണാൻ എനിക്കൊരു ആഗ്രഹം തോന്നുകയാണ്. വെൻലിയുടെ സകല സമ്പാദ്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളായി മാർക്ക് ഫെല്ലർ മാറണം. അങ്ങനെ മാർക്ക് ഫെല്ലർ മാറുമ്പോൾ മാർക്ക് അയാളുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിനെ നോക്കിക്കൊള്ളുമെന്നൊരു വിശ്വാസവും വെൻലിയുടെ കണ്ണുകൾ കാണാം. മാർക്കിന് വെൻലി ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായി. മാർക്ക് ഒരക്ഷരം പോലും മിണ്ടാതെ നിശബ്ദനായി നിൽക്കുന്ന കണ്ടതും വെൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. അങ്ങനെ വെൻലി പറഞ്ഞതും മാർക്ക് വെൻലിയോട് പറഞ്ഞു, മാസ്റ്റർ, ഞാൻ അങ്ങ് പറഞ്ഞ ആവശ്യം അംഗീകരിക്കുന്നു. ഇന്നു മുതൽ അങ്ങ് എൻ്റെ മാസ്റ്ററാണ്. മാർക്ക് ഫെല്ലർ സാധാരണഗതിയിൽ ആരെയും മാസ്റ്ററായി അംഗീകരിക്കത്തില്ല. ഒരു ഫ്രീ ബേർഡായി പറന്നു നടക്കാനാണ് മാർക്കിന് ആഗ്രഹം. പക്ഷെ ഇവിടെ ഈ സദേൺ റീജിയനകത്ത് പിടിച്ചു നിൽക്കാൻ മാർക്കിന് സഹായികൾ ആവശ്യമുണ്ട്. വെൻലി മാർക്കിനെ സംബന്ധിച്ചിടത്തോളം ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അതുമാത്രമല്ല, വെൻലി അതിശക്തനാണ്. വെൻലിയുടെ കയ്യിൽ നിന്ന് പഠിക്കാൻ തനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും മാർക്കിന് ഒരു തോന്നൽ. മാർക്ക് ഇതെല്ലാം ഒന്ന് കണക്കുകൂട്ടിയതിന് ശേഷമാണ് വെൻലിയോട് തന്റെ അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ സാക്ഷാൽ വെൻ ഡാനിയലും വെൻ എറിക്കുമുണ്ട്. അവർ രണ്ടുപേരും നല്ല മനസ്സിന്റെ ഉടമകളാണ്. മാർക്കിനെ അവർ ശരിക്കും അസാധ്യമെന്ന് തോന്നിയ ഒരു പോയിന്റിൽ നിന്നാണ് രക്ഷിച്ചെടുത്തത്. അന്ന് മാർക്കിനെ അവർ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് മാർക്കിന് പോലും അറിയില്ല. ആ കാര്യങ്ങളൊക്കെ മാർക്കിന്റെ മനസ്സിലുണ്ട്. മാർക്ക് സമ്മതിച്ചതും ശരിക്കും സന്തോഷം കൊണ്ട് മതിമറന്നു പോയത് സാക്ഷാൽ വെൻലിയാണ്. വെൻലി ഓടി വന്ന് മാർക്കിനെ കെട്ടിപ്പിടിച്ചു. മാർക്ക്, താങ്ക് യു. എനിക്ക് ഉറപ്പാണ് നീ ഞാൻ ഉദ്ദേശിക്കുന്ന ആളായി വളരുമെന്ന്. വെൻലി കഴിഞ്ഞ കുറേ കാലങ്ങളായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനമാണ് ശിഷ്യന്മാരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഒരു ശിഷ്യനും ഇതുവരെയും വെൻലിയുടെ ആ മനസ്സിനനുസരിച്ച് വളർന്നിട്ടില്ല.
ഇവിടെ കഥ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് പല കാര്യങ്ങളും നടക്കുകയാണ്. ഗൂ സിറ്റിയിൽ സിറ്റി ലോഡിന്റെ അടുത്തുണ്ടായിരുന്ന ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ ലീഡർ ഇപ്പോ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. സിറ്റി ലോഡിന്റെ സഹായത്തോടു കൂടി മാർക്ക് ഫെല്ലറെ പിടികൂടാൻ ഒരു പ്ലാന് നേരത്തെ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഉണ്ടാക്കിയിരുന്നു. ആ പ്ലാന് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യാനാണ് അയാൾ ഫസ്റ്റ് എൽഡറുടെ അടുത്തെത്തിയത്. ഫസ്റ്റ് എൽഡർ അത് കേട്ടതും ശരിക്കും ദേഷ്യത്തോടെ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു പോവുകയാണ്. 100 ആളുകളുമായി ചെന്നിട്ടും അവനെ പിടികൂടാൻ പറ്റില്ലെന്നു. മാസ്റ്റർ, ഫസ്റ്റ് എൽഡർ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ മിസ്റ്റർ വെൻലി കയറി ഇടപെട്ടു. വെൻലിയോ? അതെ, അദ്ദേഹം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായും മാർക്കിന് അവർ പിടികൂടിയനെ. അങ്ങനെ ആ ആള് റിപ്പോർട്ട് ചെയ്തതും ഈ സംഭാഷണം കേട്ടു നിൽക്കുന്ന ഫസ്റ്റ് എൽഡറുടെ ഒരു ശിഷ്യൻ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, നമുക്ക് ഈ കാര്യം സെക്ഷൻ മാസ്റ്റർക്ക് റിപ്പോർട്ട് ചെയ്താലോ? സെക്ഷൻ മാസ്റ്റർക്ക് റിപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. അതിന് എനിക്ക് നിന്റെ അഭിപ്രായം വേണ്ട. എന്നെ ഉപദേശിക്കാൻ വേണ്ടി മാത്രം നീ വളർന്നിട്ടില്ല. ഫസ്റ്റ് എൽഡർ വല്ലാത്ത ദേഷ്യത്തിലാണ്. അങ്ങനെ പറഞ്ഞുവെങ്കിലും ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി സെക്ഷൻ മാസ്റ്ററുള്ള ഭാഗത്തേക്ക് നടന്നു. ഫസ്റ്റ് എൽഡർ സെക്ഷൻ മാസ്റ്ററെ അന്വേഷിച്ചെത്തിയത് ഒരു മലയുടെ സൈഡിലേക്കാണ്. ആ മലയുടെ അടിഭാഗത്തെത്തിയ ഫസ്റ്റ് എൽഡർ മുകളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് എൽഡറുടെ പുറത്ത് മേഘങ്ങൾ തട്ടുന്നുണ്ട്. ശരിക്കും വളരെ ഉയരത്തിലാണ് ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ സ്ഥിതി ചെയ്യുന്നത്. ആ ക്ലൗഡ് സെക്ഷനിലെ സെക്ഷൻ മാസ്റ്ററുടെ താമസ സ്ഥലം വളരെ മുകളിലാണ്. അവിടേക്ക് നടന്നു കയറുമ്പോൾ മേഘങ്ങൾ സ്വാഭാവികമായി ദേഹത്ത് തട്ടും. ആ ക്ലൗഡ് അങ്ങനെ അവിടെ ഉള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരുടെ സെക്ഷന് ആ പേര് കിട്ടിയത്. ഹെവൻലി റീജിയനിലാണ് ഈ ക്ലൗഡ് സെക്ഷൻ. അതുകൊണ്ടാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷൻ എന്ന് പേര് ഉണ്ടാകുന്നത്. ഫസ്റ്റ് എൽഡർ നടന്ന് മുകളിലേക്ക് വരുമ്പോൾ ഒരു മരത്തിന് സമീപത്തായി ഒരു ടേബിളിനടുത്ത് സാക്ഷാൽ സെക്ഷൻ മാസ്റ്റർ ഇരിക്കുകയാണ്. സെക്ഷൻ മാസ്റ്റർ അടുത്തേക്ക് ഫസ്റ്റ് എൽഡർ നടന്നു വരുമ്പോൾ ഫസ്റ്റ് എൽഡർ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. അവിടേക്ക് എൽഡർ ബായി നടന്നു ചെല്ലുന്നത്. എൽഡർ ബായി ഫസ്റ്റ് എൽഡറേക്കാൾ മുന്നേ സെക്ഷൻ മാസ്റ്റർ അടുത്തേക്ക് വരികയാണ്. അത് കണ്ടതും ഫസ്റ്റ് എൽഡർ ബായിയോട് ചോദിച്ചു, നീ എന്താ ഇവിടെ? അല്ല, ഞാൻ സെക്ഷൻ മാസ്റ്ററെ കാണാനോ? അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോടല്ലേ പറയേണ്ടത്? ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഹയറാർക്കി അനുസരിച്ച് എൽഡർ ബായി റിപ്പോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് എൽഡറോടാണ്. ഫസ്റ്റ് എൽഡർ ആ കാര്യം സെക്ഷൻ മാസ്റ്ററോട് പറയും. അതിനെ മറികടന്നുകൊണ്ട് എൽഡർ ബായി സെക്ഷൻ മാസ്റ്ററെ കാണാൻ എത്തിയിരിക്കുകയാണ്. അതിൻ്റെതായ ഒരു അനിഷ്ടം സ്വാഭാവികമായും ഫസ്റ്റ് എൽഡർക്ക് അനുഭവപ്പെട്ടു. അതാണ് ആ വാക്കുകൾ പ്രതിഫലിക്കുന്നത്. എൽഡർ ബായി പെട്ടെന്ന് ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഫസ്റ്റ് എൽഡർ, എനിക്ക് നേരിട്ട് സെക്ഷൻ മാസ്റ്ററോട് ഒരു കാര്യം പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. നിനക്ക് നമ്മുടെ റൂൾസ് അറിയാം. നിനക്ക് എന്ത് കാര്യം സെക്ഷൻ മാസ്റ്റർ അറിയിക്കണമെങ്കിലും അത് എന്നിലൂടെ ആകണമെന്നുള്ളത് നിയമമാണ്. നീ അതാണ് മറികടക്കാൻ ശ്രമിച്ചത്. രണ്ടുപേരും തമ്മിൽ ഒരു വഴക്കാവുന്നു കേട്ടതും സെക്ഷൻ മാസ്റ്റർ ഉറക്കെ പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? രണ്ടുപേരും ഇരുന്നതും ഫസ്റ്റ് എൽഡർ സെക്ഷൻ മാസ്റ്ററോട് പറഞ്ഞു, സെക്ഷൻ മാസ്റ്റർ, നമ്മുടെ ദൗത്യം പരാജയപ്പെട്ടു. ഗൂ സിറ്റിയിൽ വെച്ച് മാർക്കിനെ പിടികൂടാനായി വളരെ വിപുലമായ ഒരു പ്ലാനാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അതാണ് പരാജയപ്പെട്ടത്. സെക്ഷൻ മാസ്റ്റർ, വെൻലി ഇടപെട്ടതാണ് പ്രശ്നമായത്. വെൻലിയോ? അതേ സെക്ഷൻ മാസ്റ്റർ വെൻലി ഇടപെട്ടായിരുന്നു. അത് കേട്ടതും എൽഡർ ബായി സെക്ഷൻ മാസ്റ്ററോട് ചോദിച്ചു, സെക്ഷൻ മാസ്റ്റർ, നമ്മൾ വെൻലി ഇടപെട്ടതുകൊണ്ട് മാർക്കിനെ വേട്ടയാടുന്നത് നിർത്തിവെക്കാൻ പോവുകയാണോ? എൽഡർ ബായി ആ ചോദ്യം ചോദിച്ചതും സെക്ഷൻ മാസ്റ്റർ എൽഡർ ബായിയെ ഒന്ന് നോക്കിയിട്ട് ഫസ്റ്റ് എൽഡറോടായി പറഞ്ഞു, ഈ എൽഡർ ബായി ചോദിച്ച ചോദ്യത്തിൽ ഒരുപാട് അർത്ഥമുണ്ട്. മാർക്ക് ഫെല്ലറെ വേട്ടയാടാനുള്ള നമ്മുടെ ദൗത്യം തൽക്കാലം നിർത്തിവെക്കാം. അത് കേട്ടതും ഫസ്റ്റ് എൽഡർ അറിയാതെ ചോദിച്ചു പോവുകയാണ്, സെക്ഷൻ മാസ്റ്റർ, അങ്ങ് എന്തായി പറയുന്നത്? നമ്മൾ ഇനി മാർക്കിനെ വേട്ടയാടേണ്ടതാണോ? അങ്ങനെയല്ല. 10 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ലീഡേഴ്സിൻ്റെ മീറ്റിംഗ് നടക്കും. അന്ന് ഉറപ്പായും വെൻലി എത്തും. അപ്പോൾ നമുക്ക് ഈ വിഷയം സംസാരിക്കാം. അതുവരെ മാർക്ക് ഫെല്ലറെ കുറിച്ച് ആരും ഇനി ഇവിടെ സംസാരിക്കേണ്ട.
അങ്ങനെ സെക്ഷൻ മാസ്റ്റർ പറഞ്ഞതും ഫസ്റ്റ് എൽഡർ സെക്ഷൻ മാസ്റ്ററോട് ചോദിച്ചു, സെക്ഷൻ മാസ്റ്റർ, അങ്ങ് യഥാർത്ഥത്തിൽ വെള്ളി ഭയപ്പെടുന്നുണ്ടോ? ഏയ്, എനിക്കെന്ത് ഭയം? അതല്ല വിഷയം. വെള്ളിക്കൊപ്പം ആ യുണീക്ക് ഡാൻസ് ഉണ്ട്. അത് രണ്ടും ഒരു ഫോഴ്സായി നമുക്കെതിരെ അണിനിരന്നാൽ അത് വിഷയമാണ്. വെള്ളി മാത്രമാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷനെതിരെ നിൽക്കുന്നതെങ്കിൽ വിഷയമില്ല. പക്ഷേ വെള്ളിക്കൊപ്പം ആ യുണീക്ക് ഡാൻസും കൂടി ചേർന്നാൽ അതൊരു വിഷയമാകും. ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ശരിക്കും ശക്തമാണ്, അതിന് സെക്ഷൻ മാസ്റ്റർ അതീവ ശക്തനുമാണ്. അങ്ങനെയാണെങ്കിലും യുണീക്ക് ഡാൻസും വെള്ളിയും ഒരു ഭാഗത്തും ഹെവൻലി ക്ലൗഡ് സെക്ഷൻ മറുഭാഗത്തുമായി ഒരു ഫൈറ്റ് ആരംഭിച്ചാൽ വൻതോതിലുള്ള നാശനഷ്ടം ഹെവൻലി ക്ലൗഡ് സെക്ഷനകത്ത് ഉണ്ടാകും. വെള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളെ ക്ലൗഡ് സെക്ഷനെ കൊല്ലാൻ പറ്റിയാലും വെള്ളിയോ അതുപോലെ യുണീക്ക് ഡാൻസിനെയോ അവർക്ക് തൊടാൻ പറ്റിയെന്ന് വരത്തില്ല. എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചോദ്യം ജനിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ വേട്ടയാടാൻ വേണ്ടി ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ശരിക്കും ഇത്രയും വില കൊടുക്കണമോ? ആ ചോദ്യം അവിടെ അങ്ങനെ ഉന്നയിക്കപ്പെട്ടതും എൽഡർ ബായും ഫസ്റ്റ് എൽഡറും സെക്ഷൻ മാസ്റ്ററോട് യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങി. താഴേക്ക് രണ്ടുപേരും കൂടി നടക്കുമ്പോൾ അവർ രണ്ടുപേരും ചർച്ച ചെയ്യുന്ന ആ വിഷയമാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ ഒരുപാട് സൂപ്പർ ഫൈറ്റേഴ്സ് ഉണ്ട്. അവരെ മുഴുവൻ വെള്ളിക്കും യുണീക്ക് ഡാൻസിനും എതിരായി അണിനിരത്തിയാൽ അവർക്ക് വിജയിക്കാൻ പറ്റില്ലേ? ആ ചോദ്യം ഫസ്റ്റ് എൽഡറുടെ മനസ്സിലുണ്ട്. വെള്ളി അതിശക്തനാണെന്ന് ആളുകൾ പറയുമെങ്കിലും ഫസ്റ്റ് എൽഡർക്ക് അതങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് എൽഡർ ശരിക്കും ശക്തനാണ്. സെക്ഷൻ മാസ്റ്റർക്കൊപ്പം ഈ സദേൺ മേഖലയിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്ത ആളാണ് ഫസ്റ്റ് എൽഡർ. അയാൾ ശരിക്കും ശക്തനാണെന്നുള്ള കാര്യം അയാൾക്ക് തന്നെ അറിയാം. അയാളുടെ ശക്തിയും വെള്ളിയുടെ ശക്തിയും തമ്മിൽ ഒന്ന് ഉരസുമ്പോൾ ആരാ വിജയിക്കുക? ആ ചോദ്യം ഫസ്റ്റ് എൽഡറുടെ മനസ്സിലുണ്ട്. അവര് ആ കാര്യത്തെക്കുറിച്ച് അങ്ങനെ ആലോചിക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഫസ്റ്റ് എൽഡർ അയാളുടെ മുറിയിലേക്കും മാർക്ക് ഫെല്ലറെ വേട്ടയാടാനുള്ള പരിപാടി ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അവസാനിപ്പിച്ചാൽ അത് ശരിയാകില്ല എന്ന ബോധ്യമുള്ള എൽഡർ ബായ് എന്താണ് അടുത്ത പരിപാടി എന്നതിനെക്കുറിച്ച് ആലോചന തുടങ്ങി. ഒരു കാരണവശാലും മാർക്കും ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. അവരെ രണ്ട് തട്ടായി തന്നെ നിലനിർത്തണം. അതിനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ആലോചിച്ചപ്പോൾ എൽഡർ ബായുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.